അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തില് അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. നമ്മുടെ ജീവിതത്തില് വളരെ ഏറെ സ്പർശിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരുപാട് നല്ല അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ അനുഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നും. ആയാൽ ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വിജയ് അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും അതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ദാനിയേൽ പാസ്റ്റർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് ഇപ്രകാരം അരോമ ടിവിയിലൂടെ എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കാൻ ഇപ്രകാരം ഒരു മുഖാന്തരം ഒരുക്കി തന്ന ദാനിയേൽ പാസ്റ്ററോടും കുടുംബത്തോടും മറ്റ് ഭാരവാഹികളോടുമുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ 4 മൈലിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ നമ്മുടെ മൂളക്കുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനാണ്. ഏലപ്പാറ സെൻട്രലിലെ കോട്ടമല ചർച്ചിൻ്റെ ശുശ്രൂഷകനായിട്ട് സേവനം ചെയ്യുന്നു. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് പ്രാരംഭ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക പള്ളിയോടുള്ള ബന്ധത്തിൽ സഹകരിച്ച് അതുപോലെ ഒരു അൽത്താര ബാലനായിട്ട് സേവനമനുഷ്ഠിച്ച് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ സമയത്ത് ഒരു പുരോഹിതനാകണം എന്നുള്ള ആഗ്രഹത്തോടെ പഠിച്ചു. അങ്ങനെ ആ ആഗ്രഹത്തോടെ പഠിച്ചുവെങ്കിലും സെന്റ് ജോൺ ഓഫ് ഗോഡില് ഒരു മെഡിക്കൽ ബ്രദറായിട്ട് എനിക്ക് സെലക്ഷൻ അപ്പോയിന്റ് കിട്ടി. എന്നാൽ അതിന് എൻ്റെ ഭവനത്തിലും മറ്റുള്ളവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് പോകുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് എനിക്ക് മിലിറ്ററിയിലേക്ക് ഒരു സെലക്ഷൻ കിട്ടി. ഞങ്ങളുടെ ദേശത്തു നിന്നും, ഞങ്ങളുടെ നാട്ടിൽ നിന്നും, ചിന്തലാർ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ഞങ്ങൾ 4 പേര് പോയതിൽ എനിക്ക് മാത്രമേ അതിൽ സെലക്ഷൻ കിട്ടിയുള്ളൂ. എന്നാൽ പട്ടാളത്തിലേക്ക് ചേരുന്നതിനോട് ഞങ്ങളുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിനും പോകാൻ സാധിച്ചില്ല. അതിനുശേഷം 1979 എനിക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് സെലക്ഷൻ ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 79 പോലീസിൽ ചേർന്ന് തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ വെച്ചായിരുന്നു അതിൻ്റെ ട്രെയിനിങ്. 9 മാസത്തെ ട്രെയിനിങ് അവിടെ വെച്ചായിരുന്നു. 9 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇടുക്കി ജില്ലയിലേക്ക് തിരിച്ചു വന്ന് ഇടുക്കി ജില്ലയിലെ ആംഡ് സ്ക്വയർ പോലീസിൽ അങ്ങനെ ആ ക്യാമ്പിൽ ഡ്യൂട്ടി ചെയ്ത് വന്നു. 1982 ആയപ്പോൾ എനിക്ക് ലോക്കൽ പോലീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ ഞാൻ നെടുങ്കണ്ടത്ത് ജോലി ചെയ്ത് വരവേ 1983 എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നു 89 ദിവസം മാത്രമാണ് എൻ്റെ ഭവനത്തിൽ, കുടുംബത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കുവാൻ സാധിച്ചത്. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ നെടുങ്കണ്ടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കടന്നു പോകും.
2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊന്നൊക്കെയാണ് വീട്ടിൽ വരുന്നത് അവധിക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞ് എൻ്റെ വൈഫിന് എന്നോടൊപ്പം കടന്നു വരണമുള്ള താല്പര്യത്തിൽ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. എന്നോടൊപ്പം കടന്നു വരണമെന്നുള്ള ആഗ്രഹത്തിൽ 90 ദിവസം തികയുന്നതിന് മുമ്പ് 89ാമത്തെ ദിവസം ഞാനും ഭാര്യയും വീട് വിട്ടിറങ്ങി. അങ്ങനെ വീട് വിട്ട് ഞങ്ങൾ പോകുന്നത് കാണാൻ ബുദ്ധിമുട്ടായിട്ട് എൻ്റെ ഇളയ സഹോദരൻ എൻ്റെ അവിടെയാണ് കുടുംബത്തിലാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ താമസിച്ചിരുന്നത്. എൻ്റെ ഇളയ സഹോദരനും പിതാവും ഞങ്ങൾ പോകുന്ന കാണാതെ മാറി ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ പിതാവ് VG ജോസഫ്, എൻ്റെ മാതാവ് തൃശ്യാമ്മ, അവർ രണ്ടുപേരും ഈ ലോകത്ത് മാറ്റപ്പെട്ടു. ഞങ്ങൾ 5 സഹോദരങ്ങളാണ് ഉള്ളത്. എൻ്റെ മൂത്തതൊരു സഹോദരിയാണ്, ഏറ്റവും ഇളയതൊരു സഹോദരി. ഞങ്ങൾ നടുക്കുള്ള 3 സഹോദരങ്ങളാണ്. ആണുങ്ങളിൽ മൂത്തത് ഞാനാണ്. അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞ് 89ാമത്തെ ദിവസം നെടുങ്കണ്ടത്തേക്ക് മാറി അവിടെ ഒരു വീട് വാടകയെടുത്ത് ഒരു 4 മാസങ്ങൾ വെളിയിൽ തന്നെ താമസിച്ചു. 4 മാസങ്ങൾക്ക് ശേഷം പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് മാറി അവിടെ താമസിക്കാൻ തുടങ്ങി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നോടൊപ്പം വിവാഹത്തിലൂടെ വന്ന സഹധർമ്മിണി ഒരു മെന്റലി ഡിസ്ട്രസ്ഡ് ആണ്, മെന്റലി ഡിസോർഡർ ആണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. പ്രാരംഭഘട്ടത്തില് ഞങ്ങളുടെ മതപുരോഹിതന്മാരുടെ അടുത്തൊക്കെ പോയി. കത്തോലിക്ക പുരോഹിതന്മാരുടെ അടുത്തും യാക്കോബായ പുരോഹിതന്മാരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റുമായ പല ഡോക്ടേഴ്സിനെ കണ്ട് അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവർ നിർദ്ദേശിച്ച മെഡിസിൻസ് ഒക്കെ കഴിക്കുവാൻ ഇടയായി തീർന്നു. എന്തായാലും ഓരോ ദിവസവും ഞങ്ങളുടെ കുടുംബജീവിതം വളരെ മോശമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയി. ഒന്നാമത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ടെൻഷൻ നിറഞ്ഞ ഡ്യൂട്ടികളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വന്ന് അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ, തമിഴ്നാട്ടിലെ പുണ്യസ്ഥലങ്ങളെല്ലാം ഞങ്ങളുടെ വിടുതലിന് വേണ്ടി, എൻ്റെ ഭാര്യയുടെ വിടുതലിന് വേണ്ടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ കുമളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ, കുമളി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലയളവിൽ എൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു മർത്തോമ വിഭാഗത്തിൽപ്പെട്ട ഒരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇതുപോലെ ശലം പ്രശ്നമായിരുന്നു, മാനസിക ഭ്രാന്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഇനിയും ഡോക്ടേഴ്സിനെ ഒന്നും കണ്ടിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ ഇവിടെ അടുത്തൊരു മുസ്ലിം പള്ളിയിലെ മൗലവി ഉസ്താദിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ജപിച്ച് തകിടുമൊക്കെ കെട്ടി അതിനൊരു ആശ്വാസം കിട്ടി, സാറും അവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ചെന്നു. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും അവരുടെ എല്ലാം കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചെല്ലാം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവളുടെ മാതാപിതാക്കളുടെ വിവരങ്ങൾ, അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ചോദിച്ചു. അതെല്ലാം പറയാനിടയായി തീർന്നു. അതനുസരിച്ച് അദ്ദേഹം ഒരു തകിട് ഒരു ഏലസ് ലഭിച്ചു തരുവാണ്. അത് ശരീരത്തിൽ ധരിപ്പിച്ചില്ല, അതിങ്ങനെ അലമാരയിൽ തന്നെ വെച്ചിരുന്നു. അതിനുശേഷം ഇതിനോടകം പല ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ ഉള്ള ഒരു
പട്ടുമലയിൽ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്. അവിടെ ഒരു 7 ശനിയാഴ്ച നൊവേനയ്ക്ക് പോയി. ഈ ഒരു വിഷയത്തിന് എൻ്റെ ഭാര്യയുടെ വിടുതലിന് വേണ്ടി അവിടെ നൊവേനയ്ക്ക് പോയി. അപ്പം അത് 7 നൊവേന കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ അവിടുത്തെ അന്നിരുന്ന ആ ബ്രദറ്, ഹിപ്പോളിറ്റസ് എന്ന് പറയുന്നൊരു ബ്രദറ്, അദ്ദേഹം പറഞ്ഞു ഒരു 5 ബുധനാഴ്ചയോടെ കടന്നു വരാൻ പറഞ്ഞു നൊവേനയ്ക്ക്. അങ്ങനെ 5 ബുധനാഴ്ച അവിടെ നൊവേനയ്ക്ക് കടന്നുപോയി. അവിടെ പോയിട്ടും യാതൊരു വിടുതലില്ല. അന്നിപ്പോഴത്തേന് ഞാൻ കുമളിയിൽ നിന്ന് ട്രാൻസ്ഫറായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലായി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ക്വാർട്ടേഴ്സിൽ വിറക് കീറുന്നതിനും പച്ചക്കറി മേടിച്ചു തരുന്നതിനൊക്കെ ആയിട്ട് എനിക്കൊരു തമിഴ് സഹോദരനുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതെങ്ങനെയോ മനസ്സിലായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും വൈഫിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ കമ്പത്ത് എൻ്റെ കൂടെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചെന്തിനാ ഞാൻ വരുന്നത്, ഒന്നാമത് ലീവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇല്ല, എൻ്റെ കൂടെ ഒന്ന് കമ്പത്ത് വരണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഞാനൊരു ദിവസം ലീവ് എടുത്ത് കമ്പത്ത് പോയി. കമ്പത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അതിന് അടുത്ത് ആലമരുത്ത് തെരുവെന്ന് പറഞ്ഞൊരു തെരുവ്, അവിടെ ചെന്ന് ഒരു വീട്ടിൽ അന്ന് ഒരു പൂജയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരി, അവർക്കാണ്ട് ഒരു 40-45 വയസ്സ് പ്രായം കാണും. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ വീടിനടുത്ത് തന്നെ ഒരു മാടക്കടയുണ്ട്. എന്നോട് കൂടെയുള്ള മണി ഇങ്ങനെ തമിഴിൽ പറഞ്ഞു പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കർപ്പൂരവും പാക്കും വെറ്റിലയും സാമ്പ്രാണി എല്ലാം മേടിച്ച് അങ്ങനെ അവളെ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന ഈ മണി എന്ന് പറയുന്ന ആ തമിഴ് സഹോദരൻ അവരോട് പറഞ്ഞു, സാറ് വണ്ടിപ്പെരിയാറിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾക്ക് ജപം பண்ணണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ കയറിയിരുന്നു. അവര് കുറെ ഉറപ്പാക്കും വെറ്റിലയും മുത്തുകളും ഒക്കെ വിതറി ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ പറയുവാൻ തുടങ്ങി. ഞങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഏണ്ടൊരു 10 അടി വീതിയും ഏണ്ടൊരു 20 അടി നീളമുള്ളൊരു മുറിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ സകല ദേവീദേവന്മാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിനകത്തൊരു പാമ്പിന് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ആളയെ ഒന്നൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ചെന്നപ്പോഴേ കാണാൻ പറ്റിയില്ല. അപ്പം വെളിയിൽ പാലും പഴവും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിനകത്തുനിന്ന് തന്നെ ഒരു പാമ്പ്, ഇങ്ങനെ വലിയൊരു പാമ്പ് ഇഴഞ്ഞു വന്ന് വെളിയിൽ വെച്ചിരിക്കുന്ന പാല് ഇങ്ങനെ കുടിച്ചിട്ട് പോകും, നേരെ അകത്ത് കയറും. ആ കൂടെ ഈ സഹോദരിയുടെ മകനും നിലത്തൂടെ ഇഴഞ്ഞു വന്ന് ഈ പാലിനകത്തുനിന്ന് ഈ മകനും കുടിക്കുമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഭയം തോന്നി. എന്താണ് ഈ സംഭവിക്കുന്നത് മനസ്സിലായില്ല. എന്തായാലും വിവാഹത്തിന് മുമ്പ് എൻ്റെ ഭാര്യ രാത്രിയിൽ എൻ്റെ ഭാര്യയുടെ ആങ്ങളുടെ മകളുമായി അവരെ അയൽവാസിയുടെ വീട്ടിലെങ്ങാണ്ട് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് രാത്രി 7:30 ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ കൂടി വന്നപ്പോൾ എൻ്റെ അളിയൻ്റെ മോള് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ചേച്ചി ഇവിടെയല്ലേ ആ മേരി ഈ മരത്തേലല്ലേ തൂങ്ങി മരിച്ചത് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഇത് പറയുകയും രണ്ടുപേരും പേടിക്കുകയും. അപ്പൊ ഈ കഥകളൊക്കെ ഈ കമ്പത്തെ സഹോദരിയാണ് പറയുന്നത്. അവര് പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു ഭദ്രയുടെ സേവയുള്ള ഒരു സഹോദരിയാണെന്ന് മനസ്സിലായി. അവരാണ് ഈ കഥകളൊക്കെ പറയുന്നത്. മറ്റേ പുരോഹിതന്മാരുടെ അടുത്തും മുസ്ലിം ഉസ്താദന്മാരുടെ അടുത്തും അച്ഛന്മാരുടെ അടുത്തൊന്നും പോയപ്പോൾ അവരൊന്നും ഈ കാര്യം പറഞ്ഞില്ല. പക്ഷേ ഇവര് മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ മാതാവിനോട് ഈ കാര്യത്തെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതാണെന്നും പേടിച്ചതാണെന്നും അന്ന് മുതൽ, പക്ഷെ അന്ന് വീട്ടിൽ വെച്ച് വിവാഹത്തിന് മുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകുന്നത്. അത് കഴിഞ്ഞ് അവര് ആ കമ്പത്ത് പോയി അവര് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ്
ഈ ശൂലത്തെ കുത്തിവെച്ചിരുന്ന ചെറുനാരങ്ങ പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ച് ഭസ്മമിട്ട് ഒരു കുപ്പിക്കകത്ത് ആ വെള്ളം തന്നു. ആ വെള്ളം വീട്ടിൽ വെക്കുകയും വൈഫിന് ഇത് കുടിക്കുന്ന മറ്റു പാനീയങ്ങളുടെ കൂടെ ഇതും ചേർത്തൊക്കെ കൊടുത്തു. ഏതാണ്ട് 30 ദിവസത്തേന് വളരെ ശാന്തതയായിരുന്നു. ഒരു ഡോക്ടർമാരുടെ അടുത്തും പോയിട്ട് അങ്ങനെ ഒരു ശാന്തത ലഭിച്ചില്ല. പക്ഷേ ആ വെള്ളം കുടിച്ചപ്പോൾ ഒരു ശാന്തതയായിരുന്നു. പക്ഷേ 30 ദിവസം കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ തീർന്നപ്പം പഴയതിൻ്റെ പിന്നത്തതായി, വളരെ അഗ്രസീവായി. ഈ നമ്മുടെ പീരുമേട് താലൂക്കിൽ തന്നെ ഉപ്പുതറയ്ക്കടുത്ത് കോതപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലങ്കര റിയത്തിൽ ഒരു കുര്യനച്ചൻ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരെന്ന് ഞങ്ങളെ കത്തോലിക്കൽ നിൽക്കുന്ന സമയമാണ്. അപ്പം വീട്ടുകാരെല്ലാം പറഞ്ഞു കുര്യനച്ചൻ വളരെ സമർത്ഥനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറഞ്ഞു. ഞാൻ വണ്ടിപ്പെരിയാറിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു ജീപ്പൊക്കെ പിടിച്ചു വൈഫിനെ കൊണ്ട് കുര്യനച്ചൻ്റെ അടുത്ത് പോയി. അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പല ഹൈന്ദവരായിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള പല സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഒക്കെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ഞാൻ ചെന്ന് കുര്യനച്ചനെ കണ്ടപ്പം എന്നോട് പറഞ്ഞു പുറകിൽ നിന്നോണം, ചിലപ്പം മറിഞ്ഞു വീടും അല്ലെങ്കിൽ ഇറങ്ങി ഓടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു ചലനവും ഉണ്ടായില്ല. അദ്ദേഹം കുറെ ഉപ്പുകല്ലുകൾ പ്രാർത്ഥിച്ച് തന്നു. ഒരു മെഴുകുതിരി പാക്കറ്റ് മെഴുകുതിരി അതും പ്രാർത്ഥിച്ചു തന്നു. എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം, ഉപ്പിട്ട വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അതും ഈ പറഞ്ഞ പോലെ കമ്പത്ത് പോയെന്ന് പറഞ്ഞ പോലെ ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 മാസത്തിന് വളരെ ശാന്തതയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതെല്ലാം തീർന്നു കഴിഞ്ഞ് വീണ്ടും പ്രശ്നമായി. വീട്ടിൽ സ്വസ്ഥതയില്ല, വീട്ടിൽ സമാധാനമില്ല. ഒന്നാമത് ടെൻഷൻ നിറഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് വിശ്രമിക്കുവാൻ കഴിയാത്ത ശാന്തമായി വിശ്രമിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങള് പിന്നെ വീണ്ടും കുമളിയിൽ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിലോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവിടെയായിരുന്നു താമസം. അവിടെ വെച്ച് ഈ പല പുണ്യസ്ഥലങ്ങളിലും സന്ദർശിച്ചു, പല മന്ത്രവാദിനികളുടെ അടുത്ത് പോയി, പല മുസ്ലിം ഉസ്താദന്മാരുടെ അടുത്ത് പോയി, പല ഡോക്ടേഴ്സിനെ കണ്ടു. പക്ഷെ ഇവിടെ ഒന്നും പോയിട്ടൊരു വിടുതൽ കിട്ടാതെ വന്നപ്പോഴത്തേന് ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ അപ്പം ഈ ഇത്രയും വർഷങ്ങൾ അങ്ങ് കഴിഞ്ഞു പോയി. എനിക്ക് 2 കുട്ടികളുണ്ടായി. മൂത്തൊരു മോനാണ്, രണ്ടാമത്തത് മോളാണ്. അവരിപ്പോൾ ഞാൻ ഈ സംസാരിച്ചു വരുമ്പം മറന്നു പോകുന്നതുകൊണ്ട് മോന് കുടുംബമായിട്ടിപ്പം ഓസ്ട്രേലിയയുടെ പ്രദേശത്തായിരിക്കുന്നു. അവനെ ബികോം കഴിഞ്ഞിട്ട് എംകോം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് മസ്കറ്റിലേക്ക് ഒരു ജോലി കിട്ടി അവനങ്ങനെ പോയത്. എൻ്റെ മരുമകളുടെ വീട് ഇടുക്കി ജില്ലയിൽ തന്നെ കരുണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉടുമ്പൻചോല താലൂക്കിൽപ്പെട്ട കരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. മോള് BSc നഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരാണ്. അത് പഠിച്ചു കഴിഞ്ഞോടെ ജോലി ചെയ്യുന്ന സമയത്താണ് മോൻ്റെ വിവാഹം കഴിഞ്ഞ് MSc നഴ്സിങ്ങിന് വേണ്ടി മോളെ ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞു വിട്ട് അവിടെയാണ് PG എല്ലാം പഠിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ മോന് മസ്കറ്റിലായിരിക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. അങ്ങനെ 1 വർഷത്തിന് ശേഷം മരുമോള് പോയി, 1 വർഷത്തിന് ശേഷം എൻ്റെ മോനും പോകാനിടയായി തീർന്നു. ഇപ്പോൾ അവര് ഓസ്ട്രേലിയയുടെ പ്രദേശത്തായിരിക്കുന്നു. അവർക്ക് ഇവിടെ PR കിട്ടി, ഇപ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടി. 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് 2 കുഞ്ഞുങ്ങളും, മൂത്ത മോനും ഇളയത് മോളും. എൻ്റെ മോള് BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞിട്ട് ബഹറിലായിരുന്നു ആദ്യം ജോലി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് എൻ്റെ മോള് പഠിച്ചത്. ബഹറിലായിരുന്നപ്പോഴാണ് കല്യാണം നടക്കുന്നത്. ഇപ്പോൾ കുവൈറ്റിൽ അവിടെ മിനിസ്ട്രിയിൽ അവിടെ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. മരുമകന് വീടും ഇടുക്കി ജില്ലയിലെ മന്തിപ്പാറ എന്ന സ്ഥലത്താണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. അങ്ങനെ കുഴപ്പമില്ലാതെ അവരും കുടുംബമായിട്ട് കുവൈറ്റിന്റെ പ്രദേശത്ത് താമസിച്ച് ജോലി ചെയ്യുന്നു. ഇതിനോടകം കഴിഞ്ഞ വർഷം ഞാനും കുവൈറ്റിൽ 1 മാസം പോകുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ
ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നിങ്ങളെന്നാ പോയി വീട്ടിൽ പോയി, വൈഫിൻ്റെ വീട്ടിൽ പോയി കുറച്ച് നാൾ നിന്നു, അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. ഞാൻ അവരെ അങ്ങോട്ട് വിട്ടു. അവരെ അങ്ങോട്ട് വിട്ടതിന് ശേഷം ഞാൻ ലീവ് എടുത്ത് ഞാൻ ഒരു ആത്മഹത്യക്ക് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പം ഞാൻ കുമളി റോസാപ്പ് കൊണ്ടുവന്ന സ്ഥലത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന അടുത്ത് ഇങ്ങനെ തമിഴ് ഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി എൻ്റെ അടുത്ത് വരും. ഞാൻ അവരെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അവർ ഉപദേശിച്ച് അങ്ങനെ പറഞ്ഞു വിടും. അങ്ങനെ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു സൂയിസൈഡ് നോട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ട്, ഞാനിപ്പോൾ ഓർക്കുന്ന ഹണി ബി എന്ന് പറയുന്ന ഒരു ബ്രാൻഡി മേടിച്ചിട്ട് അതിൽ ഫ്ലോറിഡാൻ മിക്സ് ചെയ്ത് കഴിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി അന്ന് തീരുമാനമെടുത്തു. അപ്പം ഞാനിതെല്ലാം കൂടെ കലക്കി വെച്ചിരുന്നത് ഒരു ആടുന്ന ഒരു ഇളക്കമുള്ള ഒരു ടീപ്പോയിലാണ് വെച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ മുൻവശത്ത് ഡോറിൽ വന്നിങ്ങനെ ആരോ കൊട്ടുന്നതായിട്ട് കേട്ടു. അപ്പം ഞാനന്നേരം ഓർക്കുക, സ്വസ്ഥമായിട്ടൊന്നും മരിക്കാൻ പോലും സമയമില്ലല്ലോ, അതിന് പോലും ആൾക്കാരെ അനുവദിക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ ശാന്തമായിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ ഡോറിൻ്റെ അവിടെ വന്നിങ്ങനെ ആരോ ബലമായിട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ തുറന്നില്ല. ഞാനിങ്ങനെ സൂയിസൈഡ് നോട്ടൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച്, അന്ന് കത്തോലിക്കലായിരുന്ന ആ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി, എത്രയും ദയയുള്ള മാതാവും കൊന്ന നമസ്കാരങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയാണ് പ്രാർത്ഥനയ്ക്കിരുന്നത്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫ്ലോറിഡാൻ കലക്കി വെച്ച ബ്രാൻഡി കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് 2-3 പ്രാവശ്യം ഫ്രണ്ട് ഡോറിലും കിച്ചൺ ഡോറിലും ഒക്കെ തട്ടിയിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങുമ്പം ഫ്രണ്ട് ഡോറിൽ വന്ന് ആരോ ശക്തമായി ചവിട്ടുന്ന പോലൊരു സൗണ്ട്. അപ്പം ആ ചവിട്ടിൻ്റെ ആഘാതത്തിൽ ആ വീട് വരെ ഒന്ന് ഷെയ്ക്കായിപ്പോയി. ഒരു ചെറിയ ഭൂമി കുലുക്കം ഉണ്ടാകുന്ന പോലെ ഷെയ്ക്കായിപ്പോയി. പെട്ടെന്ന് ഞാൻ ആരാന്ന് നോക്കാൻ വേണ്ടി, ഇങ്ങനെ വന്ന് ചവിട്ടിയതാരാണെന്ന് നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ എഴുന്നേറ്റപ്പോൾ ഈ ആട്ടമുള്ള ടീപ്പോയിലാണ് ഇത് കലക്കി വെച്ചിരുന്നത്. അതെല്ലാം കൂടെ മറിഞ്ഞ് ഉരുടാൻ ഉൾപ്പെടെ കലക്കി വെച്ചിരുന്ന ബ്രാൻഡി എല്ലാം കൂടെ മറിഞ്ഞു. ഞാൻ നോക്കി, വെളിയിലൊക്കെ നോക്കിയിട്ട് പെരയ്ക്ക് ചുറ്റും നടന്നു നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ആരും ഓടുന്നതായിട്ട് ആരെയും കണ്ടില്ല. തിരിച്ചു വന്നു. അന്നത്തെ ആ സൂയിസൈഡിങ് അറ്റംപ്റ്റ് അന്ന് നടന്നില്ല. ഉള്ള ഉരുടാനും ഒക്കെ ബ്രാൻഡി എല്ലാം കൂടെ കമന്നു പോയതുകൊണ്ട് അന്ന് നടന്നില്ല. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ് അവർ മടങ്ങി വന്നു. മടങ്ങി വന്നു കഴിഞ്ഞ് പിന്നെയും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടുക്കി ഡാമിനോടനുബന്ധിച്ചുള്ള സെക്യൂരിറ്റി ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഒരു ദിവസം അടുത്ത ആത്മഹത്യാ ശ്രമം നടത്തി. അത് ഞാൻ ഡാമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ മറ്റു സഹപ്രവർത്തകരെയൊക്കെ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വാ. ഞാൻ ആദ്യം പോയി ചായ കുടിച്ചു. ഇനി നിങ്ങൾ പോയി കുടിച്ചിട്ട് വാ. അത്യാവശ്യം ആൾക്കാർ മറ്റ് പർച്ചേസിനൊക്കെ പോയി, ഞാൻ ഒറ്റയ്ക്ക് ഡ്യൂട്ടി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് യൂണിഫോം ഒക്കെ ഇട്ടു. അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 303 റൈഫിൾ അതിങ്ങനെ ബോഡിക്ക് പാരലായിട്ട് വെച്ചിട്ട് എൻ്റെ കഴുത്തിന് ബാരൽ ഇങ്ങനെ വെച്ചിട്ട് വലത് കാലുകൊണ്ട്, അപ്പം ഈ ഷൂസ് ഇട്ടിട്ട് ബൂട്ടിട്ടിട്ട് നമുക്ക് ചവിട്ടാൻ ട്രിഗർ പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പെട്ടെന്ന് ആ ബൂട്ടൊക്കെ ഊരി മാറ്റി സോക്സ് ഒന്നും ഇടാതെ എൻ്റെ തള്ളവരലുകൊണ്ട് ട്രിഗർ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് തീരുവല്ലോ എന്നോർത്ത് അതിനുള്ള ശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് ഇടുക്കി ഡാമിൻ്റെ ടണലിൽ കൂടെ ഒരു വാഹനം വരുന്നതായിട്ട് ഭയങ്കര ശബ്ദം. അപ്പം ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് ഗാർഡ് ചെക്കിങ്ങിന് വരുവാന്ന് ഓർത്തു. ഞാൻ പെട്ടെന്ന് തൊപ്പിയൊക്കെ എടുത്തു വെച്ചു. പെട്ടെന്ന് ഈ ഷൂസ് ഒന്നും പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് വെളി വന്നപ്പോൾ തന്നെ ഒരു KC ബോർഡിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വിസിറ്റിന് വന്ന. പിന്നെ അദ്ദേഹമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു പോയി.
അന്ന് രണ്ടാമത്തെ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോ ഇതുകൊണ്ട് കാര്യമില്ല, ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് ട്രെയിനിന് മുന്നേ ചാടി ആത്മഹത്യ ചെയ്യാം. അങ്ങനെ ഞാൻ കുമളിയിൽ നിന്ന് ബസ് കയറി കുട്ടിക്കാനത്ത് ഇറങ്ങി. ഞാൻ ഏലപ്പാറയ്ക്കുള്ളൊരു ബസ്സിനാണ് കയറിയത്. ഞാനിപ്പോൾ ഓർക്കുന്ന മുബാറക്ക് എന്ന് പറയുന്ന ഒരു ബസ്സിൽ കയറി കുട്ടിക്കാനത്ത് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഇളയ അങ്കിൾ, എൻ്റെ ഫാദറിന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹം ഒരു കേസിൽ പെട്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് പുള്ളിക്ക് ഒരു വിടുതൽ വേണം, എന്നെ കാണാനായിട്ട് കുമളിക്ക് വരിക. അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാര്യമാണ്, വിളിച്ചു പറഞ്ഞൊന്നുമില്ല. ഞാൻ കുട്ടിക്കാനത്ത് വന്നിങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ ഇളയ അങ്കിളിനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള എൻ്റെ അയൽവാസി ഇന്നയാള്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇന്നയാള് എന്നെ ചീത്ത വിളിച്ചു. അത് ഇന്ന ചീത്തയാണ് വിളിച്ചത്, അസഭ്യമാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ അടി കൊടുത്തു. അടി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ തെരണ്ടിവാല് കൊണ്ടുള്ള അടിയായിരുന്നു. അപ്പൊ അതിങ്ങനെ പുറത്ത് ചുറ്റിയിട്ട് അതൊക്കെ അങ്ങോട്ട് പൊട്ടി വ്രണം പോലെ ആയി. അപ്പൊ അദ്ദേഹം ST വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പം ഹരിജൻ അട്രോസിറ്റീസും ഒക്കെ ഇട്ട് നോൺ ബെയിലബിൾ സെക്ഷൻ ഇട്ട് കേസെടുത്തിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് ഞാൻ അന്നിരുന്ന സ്റ്റേഷനിൽ, അന്നൊക്കെ പോലീസ് സ്റ്റേഷൻ ചാർജൊക്കെ SI-മാരായിരുന്നു. ഒരു കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു SI ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഫോണിൽ വിളിച്ചു ചോദിച്ചിരുന്ന പോലെ ഇന്ന പേരുള്ള ഒരാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ കേസ് എടുത്തിട്ടുണ്ട്, നോൺ ബെയിലബിൾ സെക്ഷനാണ്, നമുക്ക് പോലീസ് സ്റ്റേഷന് കൊടുക്കാനൊക്കെയില്ല. അങ്ങനെ ഞാൻ പിന്നെ ക്രൈം നമ്പരും ഒക്കെ മേടിച്ചിട്ട് അദ്ദേഹം കോടതിയിൽ നിന്ന് ഒരു ആന്റിസിപ്പേറ്ററി ബെയിലൊക്കെ എടുത്ത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അന്ന് മൂന്നാമത്തെ ആത്മഹത്യാ ശ്രമം, ട്രെയിനിന് മുന്നേ ചാടിയുള്ള ശ്രമം അവിടെ കൊണ്ട് തീർന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് കുമളിക്ക് തന്നെ പോവുമായിരുന്നു. അങ്ങനെ ആ 3 ശ്രമവും പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ലോക്കലിലെ ഒന്നാമത് ഈ ടെൻഷൻ നിറഞ്ഞ ഡ്യൂട്ടിയായിരുന്നു. ഞാൻ ജോലി ചെയ്ത എല്ലാ പോലീസ് സ്റ്റേഷനിൽ ഞാൻ റൈറ്ററായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ റൈറ്റർ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമകരമായ ജോലിയായിരുന്നു. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറും മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ജോലി ചെയ്യുന്ന അപ്പം പലപ്പോഴും ഈ ടെൻഷൻ നിറഞ്ഞ ഡ്യൂട്ടികൾ, വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അങ്ങനെ ഞാനും ലോക്കൽ പോലീസിലെ പണിയും നിർത്തിയിട്ട് വല്ല സ്പെഷ്യൽ ബ്രാഞ്ചിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ഡ്യൂട്ടി ചെയ്യുക, അതാകുമ്പോൾ അവിടെ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അങ്ങനെ ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് ബില്ലിങ് കൊടുത്തു സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് പോകാനിടയായി. അങ്ങനെ ഇടുക്കി പൈനാവൂരായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. അവിടെ ചെന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ കുറെ നല്ല വശങ്ങൾ എനിക്ക് കാണുവാനിടയായി. ഒരു ആത്മീയ പക്വതയുള്ള മനുഷ്യൻ, മറ്റു മദ്യപാന പുകവലിയൊന്നുമില്ല, പ്രാർത്ഥനാ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട്, അപ്പം ഞാനൊരു ദിവസം അന്ന് ഈ പൈനാവില് പള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ വെച്ച് ഒരു അച്ഛൻ കുർബാനയ്ക്ക് വരും, 4 മണിക്ക് കുർബാനയ്ക്ക് വരും. അപ്പം ഞാനിങ്ങനെ ഒരുങ്ങി ഞാൻ പറഞ്ഞു, ഈ സാറിനോട് പെർമിഷൻ ചോദിച്ചു, ഞാനൊരു കുർബാനയ്ക്ക് പള്ളിയിൽ പോവാണ്, പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറ് വരുന്നോ? ഇല്ല, ഞാൻ വരുന്നില്ല. അങ്ങനെ, സാറ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അപ്പം പറഞ്ഞു, ഞാൻ കത്തോലിക്കനായിരുന്നു, അതിനുശേഷം പിന്നെ CSIയിൽ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു വയറ്റ് വേനയായിട്ട് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ വയറ്റ് വേനയ്ക്ക് സർജറിയൊക്കെ പറഞ്ഞങ്ങനെ കളിക്കുമ്പോഴാണ് ഒരു സുവിശേഷകൻ, ഒരു ഉപദേശി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് വിടുതൽ കിട്ടി. അങ്ങനെ അദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസത്തിലാണെന്ന് അറിയുവാനിടയായി തീർന്നു. അദ്ദേഹത്തെ പലർക്കും അറിയാം, KC എല്ലേഴ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആലപ്പുഴ പാതിരപ്പള്ളിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൽ സുവിശേഷം കേട്ടു, എന്റെ സംശയങ്ങൾ, ബൈബിളിൽ നിന്നുള്ള സംശയങ്ങളൊക്കെ മറുപടി തന്നു. അങ്ങനെ ഏതായാലും ഒരു സുവിശേഷ വെളിച്ചം എന്നിലുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, തോമസേ, ഇന്ന് വൈകിട്ട് ഇടുക്കി മരിയാപുരത്ത് വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനന്ന് ആ മീറ്റിങ്ങിന് പോകുന്നുണ്ട്.
തോമസ് വരുന്നോ എന്ന് ചോദിച്ചു. ഞാനും പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മീറ്റിംഗ് ചെയ്യുന്നു. മീറ്റിംഗ് ചെന്നപ്പം അന്ന് ആ മീറ്റിങ്ങിൽ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്ന പാസ്റ്റർ ഇങ്ങനെ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്, കത്തോലിക്കനാന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ വചനമെടുത്ത് എന്നെ കീറി മുറിക്കുന്ന രീതിയിൽ മാതാവിനോടുള്ള പ്രാർത്ഥനയും പുണ്യാത്മാരുടെ പ്രാർത്ഥനയും അതൊന്നും ശരിയല്ല, അവസ്ഥപ്രകാരം തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് വചനമെടുത്ത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ വചന ശുശ്രൂഷ കേട്ട് എനിക്ക് ഇറങ്ങി അങ്ങ് ഓടിയാ കൊള്ളാൻ തോന്നി. ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഇനി സാറിനെ വിട്ടിട്ട് എങ്ങനെയാ പോകുന്ന ഓർത്ത് ഞാൻ അവിടെ അങ്ങ് കടിച്ചു പിടിച്ചിരുന്നു. എന്തായാലും അവസാനത്തെ കൺക്ലൂഷൻ മെസ്സേജിൽ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഒരു മെസ്സേജ് കൂടെ പറഞ്ഞിട്ട് എൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രവചനാത്മാവിലാ ദേവദാസൻ എന്നോട് പറഞ്ഞു, നീ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി 3 വട്ടം ശ്രമം നടത്തിയതാണ്. അവിടെയെല്ലാം അതിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ വിടിവിച്ച ഒരു ശക്തിയുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാനാണ് പിടിച്ചത്. ആ 3 സംഭവങ്ങളും വ്യക്തമായി പറഞ്ഞ ആ ദേവദാസനിലൂടെ നീ ഇന്ന രീതിയിൽ മദ്യത്തിൽ വിഷം ചേർത്ത് കഴിക്കുമ്പോഴും, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്യൂട്ടി സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൈഫിൾ ഉപയോഗിച്ച് ആത്മഹത്യ ശ്രമിച്ചപ്പോഴും അവിടെ എൻ്റെ പ്രവർത്തനത്തിൻ്റെതായിട്ടാണ് ഞാൻ ദൂതനെ അയച്ച പോലെയാണ് വിട്ട് ഞാൻ നിന്നെ വിടുവിച്ചത്. അതുകൊണ്ട് നീ ദൈവസ്ഥനിൽ നിന്നെ തന്നെ സമർപ്പിക്കണം. നീ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് എനിക്ക് കുറെ പേരെ നേടുവാനുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അനുഭവങ്ങളെല്ലാം അവിടെ ദൈവാത്മാവിൽ ആ ദൈവമനുഷ്യനിലൂടെ സംസാരിക്കാൻ ഇടയായിത്തീർന്നു. അന്ന് ഞാൻ ആ മരിയാപുരം എന്ന് പറയുന്ന ഒരു വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് അവിടെ ഇരുന്ന് ഞാൻ നിലവിളിച്ച് എൻ്റെ രഹസ്യങ്ങൾ ആരോടും പറയാത്ത കാര്യങ്ങൾ ദൈവാത്മാവ് ദേവദാസനോട് സംസാരിച്ചല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്ത് അവിടെ വെച്ച് അപ്പൊ ദേവദാസൻ പറഞ്ഞു, കർത്താവിന്റെ സന്നിധാനത്ത് സമർപ്പിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നാൽ നിന്നിലൂടെ ഞാൻ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് പറയാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവിടെ വെച്ച് 1992 ജൂലൈ മാസം 26 തീയതിയാണ് മീറ്റിംഗ് നടന്നത്. അവിടെ വെച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അന്ന് അവിടെ വെച്ച് സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ ആത്മീയ പിതാവായ അല്ലേ സാർ എന്നെ കൊണ്ട് ഏൽപ്പിച്ചത്, സഭയിൽ കൊണ്ട് ഏൽപ്പിച്ചത്, ഞാൻ കുമളിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ഒരു ചർച്ച് കുമളിയിലുണ്ടായിരുന്നു, വലിയ കണ്ടത്ത്. അവിടെയാണ്, ആ സഭയിലാണ് കൊണ്ട് ഏൽപ്പിച്ചത്. ഞാൻ ചെന്നതിൽ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ ബഹറിലേക്ക് ശുശ്രൂഷയ്ക്ക് മറ്റും കടന്നുപോയി. അദ്ദേഹം പോയിട്ട് ഇന്നത്തെ പോലെ എല്ലാവരും കുറെ 6-7 മാസങ്ങൾ താമസിച്ചു. അദ്ദേഹം മടങ്ങി വരുവാൻ 6-7 മാസം താമസിച്ചുകൊണ്ട് ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. വചനപ്രകാരം ദൈവസഭയുടെ അംഗമായി. അവിടെ കിടക്കുന്ന മീറ്റിങ്ങിൽ, ആത്മീയ മീറ്റിംഗ്, പ്രത്യേകിച്ച് കർത്തൃമേശ്വരൊന്നും പങ്കെടുക്കാൻ കഴിയാതെ നിരാശയായിരുന്നു. പക്ഷെ അന്നേരം ഞാന് ഇങ്ങനെ മദ്യപാനമൊക്കെ നിർത്തി രാത്രിയിലൊക്കെ പാതിരാത്രിക്കൊക്കെ വീട്ടിൽ കയറി വരുന്നത്, കൂട്ടുകാരുമായിട്ട് മദ്യപിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ പാതിരാത്രിക്കൊക്കെ ആണ് വീട്ടിൽ കയറി വരുന്നത്. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഇങ്ങ് നിർത്തി നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരികയും പഴയ പ്രാർത്ഥനകൾ, സകല പുണ്യാത്മാരുടെ പ്രാർത്ഥനയും മാതാവിനുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തി പാട്ടുപാടി വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെ സമാധാന അന്തരീക്ഷം പഴയതിലും വളരെ വഷളായി. വിശ്വാസത്തിലേക്ക് വന്നപ്പോഴത്തേനും എൻ്റെ വൈഫ് പ്രശ്നങ്ങളായി. നിങ്ങൾ കത്തോലിക്കയിലായിരുന്നപ്പോൾ എന്നെ വിവാഹം കഴിച്ചത്, അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസം വിട്ട് വരികയില്ല. അങ്ങനെ മിക്കവാറും നിരന്തരമായ പ്രശ്നം. എന്നെ അന്വേഷിച്ച് പാസ്റ്റർമാർ വരുമ്പോഴും ദൈവമക്കൾ വരുമ്പോഴും എൻ്റെ ഭാര്യ, അന്ന് ഞങ്ങൾക്കൊരു റേഡിയോ ഉണ്ടായിരുന്നു, അതിങ്ങനെ സൗണ്ട് കൂട്ടി വെച്ച് ഇവരുടെ സുവിശേഷം പറയുന്നത് അലക്ഷ്യമാക്കാൻ വേണ്ടി റേഡിയോ ഇങ്ങനെ ഓളിയും കൂട്ടി വെച്ച് പ്രവർത്തിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവരുമായിട്ടൊന്നും സഹകരിക്കുകയില്ല. എന്നോട് പറയും, ഈ പാസ്റ്റർമാരെ വിളിച്ചുകൊണ്ട് ഇവിടെ വരരുത്, മറ്റു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വരരുത്, നിങ്ങൾ ഈ പണി തുടങ്ങിയാൽ നിങ്ങൾ
എന്നെ ഉപേക്ഷിച്ച് വേറൊരു ബന്ധക്കോസുകാരിയെ വേണം വിവാഹം കഴിച്ച് ജീവിച്ചു. ഞാൻ പറഞ്ഞത് പ്രമാണമല്ല. അങ്ങനെ 1993 ജാനുവരി മാസം 30 എൻ്റെ സ്നാനം തീരുമാനിച്ചു. അതിനുവേണ്ടി ഉള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി. പക്ഷെ അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ കെ കരുണാകരൻ സാറായിരുന്നു. അദ്ദേഹം കുമളിയിൽ ഒരു ഫംഗ്ഷന് വേണ്ടി വരാൻ വേണ്ടി സ്കൂൾ ഗ്രൗണ്ട് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന സമയം എനിക്ക് ആ ഹെലിപ്പാഡിൽ ഡ്യൂട്ടി ആയിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ സമയത്ത് വരാഞ്ഞുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്ത് സ്നാനത്തിന് പോകാനുള്ള സമയം വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് ദേവദാസനും ചർച്ചും ഒക്കെ ഒരുങ്ങി എന്നെ വരവ് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹം അന്ന് അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് കയറി പോയപ്പോഴത്തേനാണ്ട് ഒരു വൈകിട്ട് 5 മണിയോടെ ആയി. അന്നേരത്തേന് ഇവര് പാസ്റ്റർമാരും ദൈവമക്കളും എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്, അവരിങ്ങനെ പോലും പറഞ്ഞു, പോലീസുകാരൻ നമ്മളെ പറ്റിച്ചിട്ട് പോയോ, സ്നാനപ്പെടാൻ വരികയില് എന്ന് പോലും പറയുവാൻ ഇടയായി തീർന്നു. ഏതായാലും അന്ന് മൊബൈലൊന്നുമില്ല, നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റിയില്ല. ഇടയ്ക്ക് പലരും അന്വേഷിച്ച് വരും, ഞാനോട് പറയും ഡ്യൂട്ടിയിലാണ്, ഒക്കെ ഞാൻ ഇത് കഴിഞ്ഞുകൊണ്ട് വന്നേക്കാം. പിന്നെ ഹെലിപ്പാഡിലും ഡ്യൂട്ടിയാണ്, യൂണിഫോം എല്ലാം മണ്ണം പൊടിയൊക്കെ ആയി. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന്. അപ്പോഴത്തേന് പ്രശ്നം വളരെ രൂക്ഷമായി. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ കാണിയല്ല. ഞാൻ താമസിക്കുന്ന കുമളി റോസാപ്പൂക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് തമിഴ്നാടിന്റെ ഫോറസ്റ്റാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ ആ ഫോറസ്റ്റിൽ എവിടെയെങ്കിലും വല്ല മരത്തിൽ ഞാൻ തൂങ്ങി നിൽക്കും. നമ്മൾ കത്തോലിക്കലായിരുന്നപ്പോൾ വിവാഹം കഴിച്ചത്, നിങ്ങളത് വിട്ടു പോവില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിയായിരുന്നു. ഞാൻ അന്നേരം ഇങ്ങനെ അങ്ങ് പറഞ്ഞു, ദൈവഗീതം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഞാനായാലും സ്നാനത്തിന് പോകുന്നു. സ്നാനപ്പെടാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു കസിൻ കോട്ടയം കഞ്ഞിക്കുഴിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മോന്റെ കല്യാണം വിളിക്കാനായിട്ട് വന്നു. പുള്ളി യഹോവസാക്ഷിക്കാരനാണ്. പുള്ളി എന്നോട് പറഞ്ഞു, നീ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അത്യാവശ്യം ഒരു ഡ്യൂട്ടി ഉണ്ട്, എമർജൻസിയാ, അത് പോകാതിരിക്കാൻ പറ്റിയല്ല. അപ്പം സ്നാനത്തിനെന്ന് പറഞ്ഞ പുള്ളി എന്നെ പിടിച്ചു നിർത്തും, മുടിയല്ല. സ്നാനം എന്ന് പറഞ്ഞ ഡ്യൂട്ടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത്യാവശ്യം ഡ്യൂട്ടി ഉണ്ട്, ഞാൻ പോവാണ്. വീട്ടില് ലിസിയുണ്ട്, എൻ്റെ വൈഫിന്റെ പേര് അൽഫോൻസ് എന്നാണ്. കത്തോലിക്ക ലെവലിൽ വെച്ച് അൽഫോൻസ് എന്ന് വിളിക്കാനായിട്ട് ഇത് വെച്ചുകൊണ്ട് ഞാൻ പേര് മാറ്റി ലിസി ആക്കിയതാണ്. ലിസിയുണ്ട്, ലിസിയോട് പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പോൾ കോളം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സ്നാനത്തിനുള്ള അവിടെ നേരെ സ്നാനത്തിന്. അപ്പം ഈ 6-7 മാസം ഞാനിങ്ങനെ സ്നാനപ്പെടാതെ നിന്നപ്പം പലരും വന്ന്, പല സഭക്കാരും വന്ന് എന്നെ വിളിക്കാൻ തുടങ്ങി. IPC-ക്കാർ, കുമളിയിലുള്ള IPC-ക്കാർ അങ്ങോട്ട് വാ, സാർ രക്ഷിക്കപ്പെട്ട് കുറെ സമയമല്ല, ഇനിയിപ്പോൾ സ്നാനപ്പെടുന്നതിന് താമസിക്കുന്നതിന് അങ്ങോട്ട് വാ. ഇല്ല, ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് എൻ്റെ ആത്മീയപിതാവ് ഏൽപ്പിച്ചത് കുമളി ചർച്ചോകളിലാണ്, അത് ആ ദേവദാസം വരുമ്പോൾ അവിടെ സ്നാനപ്പെടാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ബ്രദറൻകാർ വന്ന് വിളിച്ചു, അതിൻ്റെ കൂടെ യഹോവസാക്ഷിക്കാർ വന്നു. അപ്പം നമ്മുടെ അടുത്ത് തന്നെ താമസിക്കുന്ന അവിടുത്തെ ഒരു ബിസിനസ്സുകാരനായിരുന്നു, ഒരു അച്ചായനും മോനും കൂടെ, കൊച്ചുമോനും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ഞാനിങ്ങനെ ബൈബിളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ അച്ചായനോട് പറഞ്ഞു, അച്ചായ വചനം പറയുന്നതനുസരിച്ച് അച്ചായനെ വീട്ടിൽ കയറ്റാൻ പാടില്ല, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാൻ അവർ കിടന്നു വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളുന്ന വചനമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇത് കൾട്ടാണ്, ഈ ഒരു ദുരുപദേശത്തിൽ ഞാൻ വരികയില്ല, പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങിപ്പോയി. ഏതായാലും അപ്പം ഞാനിങ്ങനെ കൺഫ്യൂഷനായി, എവിടെ സ്നാനപ്പെടണം, ഏത് സമയം പോകണം. അങ്ങനെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പം എൻ്റെ ആത്മീയ പിതാവിനോട് ചോദിച്ചു, ചർച്ചോട് പോയി സ്നാനപ്പെട്ടാമെന്ന് പറഞ്ഞു. അന്ന് കർത്താവിനോട് ഞാൻ ചോദിക്കുമ്പോൾ കർത്താവ് വ്യക്തമായ വചനത്തിലൂടെയും ദർശനങ്ങളിലൂടെ കർത്താവിനോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ ചർച്ചകളിലെ ആ ദൈവദാസൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് ഈ പേര് പറഞ്ഞാൽ ശരിയാകരുത്, വേറെ ഒന്നുകൊണ്ട് കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കൈക്ക് സ്നാനപ്പെടുന്നതായിട്ട് ദർശനം കാണിച്ചു. അദ്ദേഹം എന്നെക്കാരും പൊക്കം കുറവുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ചെളിമട എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഈ മണർകാട് എസ്റ്റേറ്റിൽ അവരുടെ MMJയുടെ ഒരു കോഫി പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ചരിഞ്ഞ പാറയായിരുന്നു. അപ്പൊ അന്ന് ഇതിലും കുറച്ച് ആള് വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അന്നത്തെ ഇതനുസരിച്ച് 95 കിലോ ഓളം വെയിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്നെ ഈ പാറയുടെ മുകളിൽ നിർത്തിയാണ് അദ്ദേഹം സ്നാനപ്പെടുത്തിയത്. അദ്ദേഹം താഴെ നിന്നു, പക്ഷെ അദ്ദേഹം എന്നെ താഴെ നിർത്തിയിട്ട് പുള്ളി മുകളിൽ നിന്നാൽ മതിയായിരുന്നു.
എന്തായാലും ഞാൻ ദർശനം കണ്ട അദ്ദേഹം എന്നെ സ്നാനപ്പെടുന്നു, അദ്ദേഹം വെള്ളത്തിൽ വീഴുന്നു, ഞാൻ അദ്ദേഹത്തിനെ കൈപിടിച്ച് കയറ്റുന്നതായിട്ട് ഒരു ദർശനം കണ്ടു. അപ്പം കർത്താവ് ദർശനം തന്നല്ലോ, അപ്പം ഞാൻ അദ്ദേഹത്തിന് കൈപിടിച്ച് സ്നാനപ്പെടാമെന്ന് ഓർത്തു. ഇപ്പൊ ചർച്ചകളിൽ വേറെ ചർച്ചിലെ പലരും പല ദേവാസം വരും, ഇങ്ങോട്ട് വാ, ആ ദേവാസം വരും താമസിക്കുമല്ലോ. അപ്പൊ ഈ ദർശനം തന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നെന്ന് പറഞ്ഞു. ഈ ദർശനം കണ്ട പോലെ എന്നെ മുക്കി പൊക്കി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ആ വെയിറ്റും എല്ലാം കൊണ്ട് ഇദ്ദേഹത്തിന് എന്നെ പൊക്കാൻ പറ്റിയില്ല. ഇദ്ദേഹം ദർശനം കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പം സഹോദരിമാരും അമ്മാമാരെല്ലാം കൂടെ പാർശ്വ വെള്ളത്തിൽ പോയെന്നും പറഞ്ഞ് അവർ കാറി. പിന്നെ ഞാൻ തന്നെ അദ്ദേഹത്തിന് കൈ കൊടുത്ത് അദ്ദേഹത്തെ കയറ്റി. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മീയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അതിലും നമ്മൾ ഇടപെട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എൻ്റെ ആത്മീയ പിതാവ് KCLA സാറും മറ്റേ ദൈവദാസന്മാരും ചേർന്ന് അദ്ദേഹത്തെ അതിൽ നിന്ന് തിരുത്തുവാനിടയായി തീർന്നു. അങ്ങനെ ആ ദർശനം അന്ന് പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ അവിടുന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു, എൻ്റെ കുടുംബ വീട്ടിലേക്ക്. ഈ ഏലപ്പാറയ്ക്കടുത്ത് ചീന്തലാർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അങ്ങോട്ട് വന്നു. അപ്പം കുടുംബത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, വാടകയ്ക്കോ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. വീട്ടിൽ വന്ന് കുറച്ച് നാൾ താമസിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ബുദ്ധിമുട്ട്. അവർ പറഞ്ഞു, നീ മാറി എവിടെയെങ്കിലും വാടകയ്ക്കോ എല്ലാം താമസിച്ചോ. അവിടെ നിന്ന് കഴിയുമ്പോൾ അവിടെയും പ്രശ്നങ്ങളായി. എൻ്റെ ഇളയ 2 സഹോദരന്മാരുണ്ടാവും, അവരും വിവാഹം കഴിച്ചു വന്നും അത് ബുദ്ധിമുട്ടാണ്. ഏതായാലും ഞാൻ വീട്ടിൽ നിന്നും ചില മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വീട് വിട്ട് ഇറങ്ങേണ്ട വന്നു. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണ്, ഞാൻ ആ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചതിന് ശേഷം അവിടെ താമസിച്ച കാലഘട്ടത്തിൽ ദൈവം എന്നെ അവിടെയും ഉപയോഗിച്ചു. ഞാൻ തിരിച്ചു വന്ന നേരം സ്നാനപ്പെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ 6:30 പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരിടത്തും പോയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ സ്നാനപ്പെടാൻ പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കരുത്. പിറ്റേ ദിവസം പേപ്പറിൽ വരുമല്ലോ, ഭർത്താവ് സ്നാനപ്പെടാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ആൾ സ്നാനപ്പെടാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് ഭാര്യ ആത്മഹത്യ ചെയ്തു, പേപ്പറിൽ വരെ. അങ്ങനെ ഒരു ദൈവനാമം രക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ഞാനായാലും പ്രാർത്ഥിച്ചു. ദൂതനെ അയച്ച് കാവൽ ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്നേരം കുറെ ദേഷ്യപ്പെട്ടു. നിങ്ങളൊന്നും സ്നാനപ്പെട്ടല്ലേ, പിന്നെ എന്തിനാ സ്നാനപ്പെടാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു മാസം കഴിഞ്ഞ് അപ്പൊ ഞാനിങ്ങനെ ആ ചർച്ചിൽ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്. എനിക്ക് അഭിഷേകം കിട്ടിയിട്ടില്ല, എനിക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ല. ഞാൻ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് സ്നാനപ്പെട്ടാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താണ് എനിക്ക് ഇങ്ങനെ അഭിഷേകം എന്ന് പറയുന്നുണ്ടെങ്കിൽ? അപ്പം അപ്പോസ്തല പ്രവൃത്തി 1-8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലേക്ക് സമരിയന ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരും എന്നിങ്ങനെ അത് വായിച്ചു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവ്, എൻ്റെ പാവങ്ങളൊക്കെ ഞാൻ ഏറ്റുപറഞ്ഞ് ക്ഷമിച്ചതല്ല, എനിക്ക് അഭിഷേകം കിട്ടിയോ? ഇത് സത്യമാണെങ്കിൽ എനിക്കിത് ലഭിക്കണം, അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം തരണം. അങ്ങനെ എൻ്റെ ആത്മീയ പിതാവായ KCLA സാർ ഉൾപ്പെടെ ചർച്ചകളിലെ ഇപ്പോഴും അദ്ദേഹം സെൻട്രൽ പാസ്റ്ററായിട്ട് റിട്ടയർഡായ സീനിയർ പാസ്റ്ററായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 82 വയസ്സുണ്ട്. KC വർഗീസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിന് വിളിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പേഴ്സണലായ സഭയുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാനുണ്ട്, എൻ്റെ ആത്മീയ പിതാവ് SI KCLA സാറുണ്ട്, പിന്നെ കഞ്ഞിക്കുഴിയിലുള്ള ഒരു ദേവദാസൻ പാസ്റ്റർ ഡെന്നീസൺ, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. അവര് പ്രവചന ശുശ്രൂഷയൊക്കെയുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവര് പിന്നെ ഈ KC വർഗീസ് പാസ്റ്ററുടെ ഭാര്യ, ഇവരെല്ലാം കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുക. അന്ന് അവിടെ വെച്ച് ഞാൻ കണ്ണ് നോക്കുമ്പോൾ ഇവരൊക്കെ ആരാധിക്കും, ഞാനിങ്ങനെ കണ്ണും തുറന്നിരിക്കുക. അന്ന് അവിടെ വെച്ച് ഞാൻ ദൈവസന്നിധി കരയുവാനിടയായി തീർന്നു. കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഈ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എന്നിട്ട് എനിക്ക് ഈ അഭിഷേകം ലഭിച്ചില്ല, അന്യഭാഷ ലഭിച്ചില്ലല്ലോ. ഇത് ഉള്ളത് തന്നെയോ? ഉണ്ടെങ്കിൽ എൻ്റെ പാവം എന്നോട് ക്ഷമിച്ചെങ്കിൽ ഇന്ന് എനിക്ക് ആത്മാവിനെ ഒന്ന് എൻ്റെ മേലെ അയക്കണമെന്ന് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് നമ്മുടെ ബൈബിൾ ലാംഗ്വേജിൽ പറയുന്ന ആത്മവിവശതയിലായി ഒരു മയക്കം പോലെ വന്നു. ഞാനിങ്ങനെ ഇവരൊപ്പം ഇവരൊന്നും എന്നെ ശ്രദ്ധിക്കുന്ന അവര് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ആത്മവിവശതയിലായി കഴിഞ്ഞപ്പോൾ
ഏണ്ട് മാലാക വൃന്ദങ്ങൾ അവിടെ ഇറങ്ങി വന്നു. അവരിങ്ങനെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന പോലെ ഞാൻ തോന്നി. അപ്പൊ എന്നോട് വന്നൊരു മാലാക ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞ്, നീ എന്നാ ഇങ്ങനെ ആരാധിക്കാതിരിക്കുന്നത്, പാടി ആരാധിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പാട്ടിനോട് ചേർന്ന് ഞാൻ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. അന്യഭാഷ കിട്ടി, അഭിഷേകം കിട്ടി, ബന്ധനം കഴിക്കുന്ന ഒരു ശുശ്രൂഷയും കൃപയാൽ ലഭിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പം, എനിക്ക് തോന്നിയൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്ഥലകാല ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് എൻ്റെ ആരാധന അങ്ങ് നിർത്തി. അപ്പൊ ആ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഡെന്നീസൻ ഭാഷ എന്നോട് പറഞ്ഞു, സാറ് ആരാധന നിർത്താൻ പാടില്ലായിരുന്നു. സാറിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഈ ബന്ധനം അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ദൈവസഭയ്ക്കെതിരെ ചില പോരുകളും അന്യാരാധന ശക്തിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബന്ധനം അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറ് നിർത്താൻ പാടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും ആത്മാവിൽ അന്ന് അവിടെ വെച്ചാണ്, ആ ഡേറ്റ് ഞാൻ ഓർക്കുന്നതിൽ 1 മാസം, സ്നാനപ്പെട്ടതിന് 1 മാസം കഴിഞ്ഞാണ് ആ KC വർഗീസ് പാസ്റ്ററുടെ വീട്ടിൽ വെച്ചാണ് കൃപയാൽ എനിക്ക് അന്യഭാഷ അടയാളത്തോടുകൂടി ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ഒരു ബന്ധനമഴിക്കുന്ന ഒരു ശുശ്രൂഷ ലഭിക്കുവാനിടയായിത്തീർന്നു. അതിനോടകം ഞാൻ എൻ്റെ വീട്ടിൽ ചീന്തരാറ്റിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പം അവരോടൊത്ത് പ്രാർത്ഥിക്കാൻ, സുവിശേഷം പറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ച് ഞാൻ സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ അവർ തമിഴ് വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. അവരിലുണ്ടായിരുന്ന ഭൂതാത്മാവ് ഇളകുവാനിടയായി തീർന്നു. അവർ കൊണ്ട് ഇന്നും IPCയോടുള്ള ബന്ധത്തിൽ അവർ നിൽക്കുന്നു. അങ്ങനെ ഇളകി അവിടെ തൽക്കാലം ഒന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ IPCയിലായിരുന്നു ഒന്ന്, സാബുക്കുര്യൻ എന്ന് പറഞ്ഞ പാസ്റ്ററാണ്. അപ്പം ഇത് ഇളകി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാൻ കാര്യം ബൈബിൾ കോളേജിൽ പഠനം കഴിഞ്ഞ് 7 വർഷമായി ശുശ്രൂഷ വന്നിട്ട്, പക്ഷേ ഇങ്ങനെ ഒരു ശുശ്രൂഷ ആദ്യമാണ്. ഇതങ്ങോട്ട് ഇളകിയിട്ട് ഇവരിങ്ങനെ മുടിയെല്ലാം അഴിച്ച് ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പം ഞാനും ആദ്യമാണ് ഈ അനുഭവം കാണുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ഇളകി ഒന്നും നിൽക്കുന്നില്ല, ശാന്തമാകുന്നില്ല. അപ്പം ഞാൻ ഭാഷയോട് പറഞ്ഞു, ഭാഷ പ്രാർത്ഥിക്കും. ഞാനും വിശ്വാസത്തിൽ വന്നിട്ടാണ് 2 വർഷം ആകുന്നുണ്ട്. എനിക്കും അതിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ എനിക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠനം കഴിഞ്ഞിട്ട് 7 വർഷമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഇവരങ്ങ് ഇളകി അങ്ങോട്ട് ഭയങ്കര വയലൻ്റാണ്, ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യണം, എനിക്ക് ഈ ശുശ്രൂഷ അറിയത്തില്ല, എന്തായാലും എന്താ ചെയ്യണ്ടേ? അങ്ങനെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ്, അന്ന് വചനത്തിന്റെ പരിജ്ഞാനമൊന്നുമില്ലെങ്കിലും മത്തായി 17:21 ഞാൻ പെട്ടെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പക്ഷേ 17:21 മത്തായി 17:21 ദൈവാത്മാവ് എനിക്ക് തരുന്നത് അതെന്താണെന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ യാതി വിട്ടു പോവുകയല്ല. ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് നമുക്ക് അതിനു വേണ്ടി ഉപവസിച്ച് ഇത് മാറ്റാം. ഞാൻ പിന്നെ അത് കർത്താവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇത് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും വരെ ഇതൊന്ന് ശാന്തമാക്കണം എന്നും പറഞ്ഞ് അതേ ആ ദേവദാസൻ ഞങ്ങൾ ചേർന്ന് ആ സഭയുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങ് ശാന്തമായി. അവർ പിന്നെ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ ഇട്ട് തന്നു. ഞങ്ങൾ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ ആ വീട്, ഞാൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോകണം, സുവിശേഷം പറയണം. ഇദ്ദേഹം പോയി ഒരു ആത്മീയ ശുശ്രൂഷയുള്ള ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹം പോയി ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതങ്ങ് ഇളകും. അപ്പോൾ പിന്നെ ഇളകി കഴിയുമ്പോൾ എന്നെ വിളിക്കും, ഞാനും ചെന്ന് പ്രാർത്ഥിച്ചതിന് ശാന്തമാകും. പിന്നെ ആരാധന സമയത്തൊക്കെ ഇവർ ആരാധിക്കുമ്പോൾ ഇതങ്ങോട്ട് ഇളകും. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, പക്ഷേ ഇവരെ സ്നാനപ്പെടുത്തരുത്, ഇത് നമ്മൾ ഉപവസിച്ച് ഈ പൈശാചികത വിട്ടുപോയതിനു ശേഷമേ സ്നാനപ്പെടുത്താളാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൂടുന്ന ആ ചർച്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുള്ള ഇതുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം എന്നാ ചെയ്തു, അദ്ദേഹം പെട്ടെന്ന് അതിനങ്ങ് സ്നാനപ്പെടുത്തി. പക്ഷെ അത് പിന്നീട് പ്രശ്നമായിരുന്നു. ഇവിടെ ആത്മീയ ആരാധന വെളിപ്പെടുത്തി ഇതങ്ങോട്ട് ഇളകും, ആ പാടെ പ്രശ്നമാണ്. പിന്നെ ഞങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞ കഞ്ഞിക്കുഴിയുടെ ഡെന്നീസൻ പാസ്റ്റർ, അവിടെ ഞാനും എൻ്റെ ആത്മീയ പിതാവ് KC അലീസ് സാറും ഞങ്ങൾ ഉൾപ്പെടെ അവിടെ ചെന്ന് ഒരു 3 ദിവസം ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാം ഉപവാസത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചു. കൃപയാൽ ഫസ്റ്റ് ഡേയിൽ ആ സഹോദരിയുടെ മേൽ, ആ സഹോദരിക്കും സഹോദരനും മകൾക്കും എല്ലാം ഈ ഭൂതബാധ ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ മേലുള്ള 14 ഭൂതം പേര് പറഞ്ഞ് ഇറങ്ങിപ്പോകാനിടയായി തീർന്നു. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, നീ ഭൂതന് എന്ത് അടയാളം തരുന്നേ?
ഒരു വൃക്ഷത്തിന്റെ കമ്പ് പിടിച്ചിട്ട് പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാവിന്റെ ശിഖരം ഒടിച്ചിട്ടിട്ട് അത് പോയി. അങ്ങനെ അവർ പൂർണ്ണമായി അവർ വിടുതൽ പ്രാവശ്യം അവരിന്നും വിശ്വാസം നിലനിൽക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ താമസിച്ച കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ വിശ്വാസത്തിൽ ഇങ്ങനെ വരാൻ കാര്യം, എൻ്റെ വീട്ടുകാര് ഞാനിങ്ങനെ പോലീസിൽ കയറുന്നതിന് മുമ്പേ ഹൈസ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരും എന്നോട് സുവിശേഷം പറയായിരുന്നു. ഞങ്ങളുടെ അടുത്ത് എസ്റ്റേറ്റിലെ നേഴ്സറി, അവിടെ ബഡ് തേയിലയൊക്കെ ഉണ്ടാക്കുന്ന നേഴ്സറിയിലെ ഒരു തോമസ് സാറ്, അദ്ദേഹം ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന, അതാണ് തോമസ് സാർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞപ്പം ഞാൻ അന്ന് അദ്ദേഹത്തെ കരയിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കൊല്ലക്കുടിയിലാണ് സൂചി വയ്ക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹമൊക്കെ പോയിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു വേണം. അങ്ങനെയാണ് ദൈവം എന്നെ ഇതുപോലൊരു ശോധനയിലൂടെ എന്നെ വിടുവിക്കാനിടയായി തീർന്നത്. അതുപോലെ ഞാനത് കഴിഞ്ഞ് എൻ്റെ SLC കഴിഞ്ഞ് തുടർ പഠനത്തിന് വേണ്ടി ഞാൻ മുണ്ടക്കയത്ത് പോയി. ഞങ്ങളൊരു ആൻറ്റിയുടെ അവിടെ താമസം ഉണ്ടായിരുന്നു, പഠനം. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഏലിക്കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്. അവരെ അന്ന് അറിയപ്പെടുന്ന ഒരു പ്രവാചകയായിരുന്നു. ആ ഏലിക്കൊച്ചമ്മയുടെ 2 മക്കളും ചർച്ചുകളിലെ പാസ്റ്റർമാരാണ്. മരുമക്കൾ 2 പേരും ചർച്ചുകളിലെ പാസ്റ്റർമാരാണ്. അപ്പൊ ഇവർക്ക് അന്നൊരു 10-55 വയസ്സ് പ്രായമുണ്ട്. ഞാനിങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഈ അമ്മച്ചി ഇങ്ങനെ 2-3 ദിവസം ഒരു യാത്ര പോയാൽ 2-3 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. ചട്ടയും മുണ്ടും കൊടുത്ത് നേരെ ഇട്ട് ഒരു ബാഗിനകത്ത് തുണിയൊക്കെ ആയിട്ട് പോകും, ശുശ്രൂഷയ്ക്ക് പോകും, തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, തള്ളയ്ക്കൊരു പണിയില്ലേ, പ്രായം ഇത്രയായില്ല, അടങ്ങിയിരുന്ന് വീട്ടിൽ ഇരുന്നാൽ പോരെ. അന്നേരം ഈ അമ്മച്ചി എന്നോട് സുവിശേഷം പറയുകയും ദൈവിക ആലോചനകളൊക്കെ പറയുകയും, മോനെ ദൈവം കണ്ടിരിക്കുകയാണ്, ദൈവസന്നിധി വരണം, കത്തോലിക്കയിൽ നിന്നൊക്കെ നീ വരണം, അതൊക്കെ സുവിശേഷം പറയാം. അന്നേരം ഞാൻ ഈ അമ്മച്ചിയെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഈ അമ്മച്ചി ഉൾപ്പെടെ പലരും ഞാൻ കളിയാക്കിയ, സുവിശേഷം പറയാൻ പോകുന്നവരെ കളിയാക്കിയത് നിമിത്തമായിരിക്കാം. അവരൊക്കെ കണ്ണീരോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം കർത്താവ് എന്നെ ഇങ്ങനെ ഒരു ശോധനയിലൂടെ വിടിവിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ രക്ഷയിലേക്ക് വന്നു. ഞാൻ കളിയാക്കിയവരെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചോടൊക്കെ ചെന്ന് ക്ഷമ ചോദിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു, എന്നെ നിങ്ങൾ വിശ്വാസം കൊണ്ടു നോക്കണം, ഞാൻ വരത്തുമില്ല എന്ന് പറയാനിടയായി തീർന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ വന്ന് വരുമൊന്നുമില്ല, നിങ്ങൾ പുസ്തകം താത്ത് വെക്കുകയുള്ളൂ, എന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് എന്നെ പേടിച്ച് വേറെ വിവാഹം കഴിച്ചു, പെന്തക്കോസ്തായിട്ട് എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ വരികയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നേക്ക് 2 വർഷത്തിനകം ദൈവവിശ്വാസി വന്നിരിക്കും, ഇല്ലെങ്കിൽ ഞാനിത് പുസ്തകം താത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുമുമ്പ് എന്നോട് പറഞ്ഞു, ഇത് താത്ത് വെച്ചിട്ട് ഇവിടെ എങ്ങാണ്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വരികയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കർത്താവിനോട് ക്ഷമ പറഞ്ഞു, കർത്താവ് ഈ 2 വർഷം കൊണ്ട് ഞാൻ താത്തു വെക്കാന്ന് പറഞ്ഞു, അതിന് ഇടവരുത്തരുത്. പിന്നെ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണല്ലോ കർത്താവിന്റെ വചനം. ഈ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. അപ്പൊ ഞാൻ തിരിച്ച് ഏലപ്പാറ 4-ാം മൈലില്, ഇന്ന് ഞാൻ ഇരിക്കുന്ന വീട്ടിലല്ല, വേറൊരു ഭവനം എനിക്കുണ്ട്. അവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ 1994 അപ്പൊ 93 ഞാൻ സ്നാനപ്പെട്ട് 95 ജാനുവരി ആകുമ്പോൾ 2 വർഷമാകും. ഭാര്യയോട് പറഞ്ഞ് 2 വർഷം പൂർത്തിയായി. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ പാസ്റ്ററോടും ഈ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരോടും പറഞ്ഞിട്ട് ഒരു 7 ദിവസം ഉപവാസം ഇരിക്കുകയാണ്. പകലെല്ലാം ഉപവാസ പ്രാർത്ഥന, വൈകിട്ട് കൺവെൻഷൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എല്ലാ ദിവസവും ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഉണ്ട്. ഒരു ദിവസം വ്യാഴാഴ്ച മാത്രം ഗസ്റ്റ് പാസ്റ്റേഴ്സ് ആരുമില്ല. ഞാനപ്പോൾ ഒരു സ്പെഷ്യൽ റൂമിലാണ് വിശ്രമിക്കുന്നത്. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ മുറിയിൽ വിശ്രമിച്ചത്. രാത്രി ഒരു 12:30 ആയപ്പോൾ എൻ്റെ കാലിൽ കൂടി എന്തോ ഇങ്ങനെ ഇഴയുന്ന പോലെ തോന്നി. ഞാൻ കാലൊന്ന് കുടഞ്ഞു. എന്നിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ കാലേ കൂടി ഇങ്ങനെ എന്തോ തലോടുന്ന പോലെ, ഇഴയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ ബെഡ് സ്വിച്ച് ഇട്ട് ഞാൻ ലൈറ്റ് ഇട്ട് നോക്കിയപ്പം എൻ്റെ ഭാര്യ, അതിനു മുമ്പ് ഞാൻ അവിടെ താമസിച്ചോണ്ടിരുന്നു. ഇപ്പൊ അത് 3 ഏക്കർ സ്ഥലം വീടുമാണ്, അന്ന് 2 ഏക്കറേ ഉള്ളായിരുന്നു. ഞാൻ ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച്, എൻ്റെ ലോകപ്രകാരമുള്ള പിതാവ് എന്നോട് ജീവിച്ചിരുന്ന പറയുമായിരുന്നു, നിനക്കുള്ള ഫർണിച്ചറുകളും സാധനങ്ങളൊക്കെ ഞാൻ തരാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ എൻ്റെ കാലശേഷം നിനക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ചന് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമെങ്കിൽ
മരിച്ചു കഴിഞ്ഞുള്ളൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ എഴുതി വെച്ച കത്തെന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു വണ്ടിക്കൂലി പോലും തന്നിട്ടുമില്ല. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. ഞാൻ അതെല്ലാം വിശദമായിട്ട് പറയുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് വീടില്ല. പോലീസ് ക്വാർട്ടേഴ്സിലും വാടക വീട്ടിലൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എന്നോട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തലവടി കുഞ്ഞിഞ്ച് പാസ്റ്റർ ചർച്ചകൂടിലെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞു, നീ സകലതും വിട്ട് എന്നെ പിൻപറ്റിയുകൊണ്ട് നിനക്ക് 1 വർഷത്തിനകം ഒരു പുരയിടവും ഒരു വീടും ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. 1 വർഷത്തിനകം ഇനി അവിടെ 2 ഏക്കർ സ്ഥലവും ഒരു വീടും കൃപയാൽ കർത്താവ് തന്നു. 5 പൈസ കയ്യിലില്ലാതെ ചില മുഖാന്തരങ്ങളോട് ദൈവം അത് തന്നു. അവിടെ വെച്ചാണ് ഞാൻ ഈ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നത്. അന്ന് വൈകിട്ട് കൺവെൻഷനാണ്. അന്ന് ചർച്ചകോടിന്റെ നിത്യയിൽ വിശ്രമിക്കുന്ന KC ജോൺ സാർ, അദ്ദേഹം സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പ്രസംഗിക്കാനുണ്ടായിരുന്നു. ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന പത്തനാപുരംകാരൻ MM മത്തായി പാസ്റ്റർ, മോർച്ചറി മത്തായി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം മരിച്ചു മോർച്ചറി കൊണ്ടിട്ട് രണ്ടാമത് ജീവിച്ചു എന്നാണ് മോർച്ചറി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ അവരുമൊക്കെ ഈ KC സാർ ഒരു ദിവസം പ്രസംഗിക്കാനുണ്ടായിരുന്നു. അങ്ങനെ 4-ാമത്തെ ദിവസം അപ്പം ഞാൻ ഈ സ്ഥലം വാങ്ങിച്ച ഒരു കടമുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ആ സ്വർണ്ണമൊക്കെ എന്തെന്നത് പണയം വെച്ചിരുന്നു, കടമൊന്നും വിട്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, കടമൊന്നും വീട്ടാൻ എൻ്റെ സ്വർണ്ണം എനിക്ക് ധരിക്കാൻ തന്നിരിക്കുന്നതാണ് സ്വർണം, അതൊന്നും തരികയില്ല. നിങ്ങൾക്ക് സ്വർണം നിങ്ങൾ മേടിച്ചു ഒരു വീട്ടിൽ പോകണം, അതൊന്നും ഞാൻ തരികയെന്ന് പറഞ്ഞു. പക്ഷെ ഈ 7 ദിവസം ഉപവാസത്തിൽ 4-ാമത്തെ ദിവസം വ്യാഴാഴ്ച രാത്രി ഞാൻ ഒറ്റയ്ക്ക് വിശ്രമിക്കുന്നു പറഞ്ഞല്ലോ, ഒരു ഷാളിനകത്ത് വൈഫിനുള്ള ആഭരണമെല്ലാം ഊരി, കമ്മലും മാലയും വളയും എല്ലാം ഊരി ഈ ഷാളിനകത്ത് പൊതിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് രാത്രിയിൽ 12:30 ആയപ്പോൾ. ഞാൻ പറഞ്ഞില്ല, കാലം ഇങ്ങനെ ഏതോ തലോടുന്ന പോലെ തഴുകുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞില്ലേ. ഞാൻ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ സ്വർണമാണ്, ഇത് പണയം വെക്കണ്ട, ഇത് മൊത്തം വിറ്റിട്ട് ആ കടം വീട്ടിക്കോ, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായി. ഞാൻ രാത്രിയിൽ എൻ്റെ ഭാര്യയ്ക്ക് കൈ കൊടുത്ത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു സ്നാനത്തിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് പോയി കിടന്നു. ഞാൻ വിശ്രമിച്ചോളാം. രാത്രി പിന്നെ ഉറക്കം വന്നില്ല. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത ഉപകാരം. പിന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഭാഷ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ലിസിക്ക് സ്നാനപ്പെടണം, അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനത്തിന് ക്ലാസ് കൊടുത്തു. നിത്യയിൽ വിശ്രമിക്കുന്ന ചർച്ചകോടിന്റെ KC ജോൺ സാറാണ് എൻ്റെ വൈഫിനെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ 94 ഡിസംബർ മാസം എൻ്റെ സഹധർമ്മിണി എന്ന കർത്താവിന് ജലത്തിൽ സാക്ഷീകരിച്ച് സ്നാനപ്പെടുവാനിടയായി തീർന്നു. സ്നാനപ്പെട്ട് ദൈവസന്നിധി വന്നതിന് ശേഷം രാത്രിയും പകലെന്ന് പറഞ്ഞ ഒരു വ്യത്യാസമായി. യാതൊരുവിധ മുൻകോപങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ കർത്താവ് പൂർണ്ണമായി ഇവിടെ ഇരിക്കുവാനിടയായി തീർന്നു. ഈ ലോകത്തിന്റെ ദൈവങ്ങളും ഈ ലോകത്തിലെ വൈദ്യന്മാരും ഈ ലോകത്തിലെ മുസ്ലിം ഉസ്താദന്മാരും ഈ ലോകത്തിലെ മന്ത്രവാദിനികളും എല്ലാം പരാജയപ്പെട്ട സ്ഥാനത്ത്, സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും എല്ലാം പരാജയപ്പെട്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് എൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ സ്നാനപ്പെട്ട് ദൈവസേന വരുവാനിടയായി. ഉമ്മടിയിലൊക്കെ താമസിക്കുമ്പോൾ എൻ്റെ പിള്ളേരെയൊക്കെ ഒത്തിരി ഉപദ്രവിക്കായിരുന്നു ഭാര്യ. ഞാനിങ്ങനെ ഞായറാഴ്ച ആരാധനയ്ക്ക് മുമ്പ് ഒരു ദിവസം എൻ്റെ മൂത്ത മോന് എന്നോടൊപ്പം ആരാധനയ്ക്ക് ഞാൻ പറഞ്ഞു, നീ ഒരുങ്ങി പപ്പ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നാമെന്ന് പറഞ്ഞു. അന്ന് ഭാര്യ കാണാതെ അവൻ എൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്നു. അവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ്, അതെന്താ പപ്പ അവിടെ ഒരു പാസ്റ്റർ ഇങ്ങനെ മേശയുടെ അടിയിൽ ഇരിക്കുകയാണ്, അന്ന് കസേരയിലൊരു കരിപ്പൊക്കെ ചുരുവ പുറകിലെ ഇരിക്കുകയാണ്, അവിടെ ഫോട്ടോയും രൂപങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ പള്ളിയിൽ പോലെ. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ വചനമൊക്കെ എടുത്ത് വായിച്ചു വെച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഭൂമിയിലുള്ളതിൻ്റെ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കുക, അതിന് നമസ്കരിക്കുക, അതിന് വണങ്ങുകയോ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെറിയ മനസ്സിൽ അവൻ അന്നേരം പറഞ്ഞു, ഈ ഫോട്ടോയൊക്കെ അങ്ങ് തല്ലി പൊട്ടിക്കാന്ന് പറഞ്ഞു. തല്ലി പൊട്ടിക്കണം, ആ ഫ്രെയിമൊക്കെ നമുക്ക് എടുക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാം. അങ്ങനെ അവൻ തന്നെ അതിൻ്റെ ഫ്രെയിമൊക്കെ അഴിച്ച് അതെല്ലാം ഈ ഫോട്ടോ ഭാഗത്തിരുന്ന മാതാവിൻ്റെയും പുണ്യാളന്മാരുടെ യേശുക്രിസ്തുവിൻ്റെ എല്ലാം ഫോട്ടോകളൊക്കെ അവൻ തന്നെ എടുത്ത് കത്തിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച എൻ്റെ കൂടെ ആരാധനയ്ക്ക് വരാൻ വേണ്ടി മോൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ
അപ്പം എനിക്ക് ആ ഓർമ്മ കിട്ടാത്തതുകൊണ്ട് ഓർഡറായിട്ട് പറയാൻ പറ്റുന്നില്ല. ആ, ഈ എൻ്റെ മോൻ എൻ്റെ കൂടെ പള്ളിയിൽ വരുമെന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പാത്രം കഴുകിയ കറിപ്പാത്രവും മീൻകറിപ്പാത്രവും ഒക്കെ കഴുകിയ വെള്ളം ഇങ്ങനെ ഇവന്റെ തലവഴി ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ ആ വെള്ളമെല്ലാം കൂടെ എടുത്തു വെച്ചിരുന്നു. എൻ്റെ പുറകെ ഓടി വരുന്ന കണ്ടുകൊണ്ട് ഈ വെള്ളം ഈ പാത്രം കഴുകിയ ചട്ടിയും കലമൊക്കെ കഴുകിയ വെള്ളം എടുത്ത് മോൻ്റെ ദേഹത്ത് ഒഴിച്ച് അവന് അടിയും കൊടുത്തു. എന്നോട് പറഞ്ഞു, പപ്പ മമ്മി വെള്ളം കോരി ഒഴിച്ചു, എൻ്റെ ദേഹമെല്ലാം വസ്ത്രമൊക്കെ മോശമായി, അടിയും തന്നു. ഞാൻ പറഞ്ഞു വരണ്ട മോൻ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പിള്ളേരുടെ ഒത്തി അവരെ അടിക്ക് കുതിരയ്ക്ക് അവരോടും ഭയങ്കര മുൻപോവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഏതായാലും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. അങ്ങനെ കർത്താവ് ആ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായ വിടുതൽ കൊടുത്ത് അങ്ങനെ ചില ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. എൻ്റെ മൂത്ത മോന് കുടുംബമായിട്ട് ഷിനോ എന്നാണ് പേര്. ഷിനോ കുടുംബമായിട്ട് ഓസ്ട്രേലിയയുടെ പ്രദേശത്തായിരിക്കുന്നു, സിഡ്നിയിലായിരിക്കുന്നു. എൻ്റെ മോടെ പേര് ഷിമി എന്നാണ്. അവർ കുടുംബമായിട്ട് കുവൈറ്റിൻ്റെ പ്രദേശത്തായിരിക്കുന്നു. അങ്ങനെ ദൈവം എന്നെ മാനിച്ചു. എൻ്റെ സഹോദരന്മാരുമായി പരമായി എന്നെ അത് ജോസഫിനെ മാനിക്കുന്ന പോലെ മാനിച്ചു. വസ്തുക്കൾ തന്നു, വീടുകൾ തന്നു. ഇപ്പം ഞാൻ ഇരിക്കുന്ന വേറൊരു ഭവനമാണ്. ഇവിടെ ഒരു 30 സെൻറ്റും വീടുമുണ്ട്. ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് തലവടി കുഞ്ഞിഞ്ഞു ഭാഷ പറഞ്ഞ പോലെ 1 വർഷത്തിനകം നിനക്കൊരു പുരയിടവും വീടും തരും എന്ന് പറഞ്ഞ പോലെ അവിടെ 3 ഏക്കർ സ്ഥലം വീടുമുണ്ട്. കൃപയാലിത്രത്തോളം ദൈവം മാനിച്ചു. അങ്ങനെ ഒത്തിരി കഷ്ടതകളൊക്കെ അനുഭവിച്ചു. ഏതായാലും ഏതാണ്ട് 95 ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങുവാനിടയായി തീർന്നു. 96 മുതൽ സഭാ ചാർജിലായി. ഞാൻ പിന്നെ പോലീസിലെ ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിനായി റെഗുലർ ബൈബിൾ കോളേജിലൊന്നും പോയി പഠിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ഈ സർവീസിനിടയിൽ തന്നെ കോട്ടയം അവിടെ ഒരു ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ നിന്ന്, പിന്നെ വടവാതൊരു ഷാരോന്റെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ അമേരിക്കൻ ബിൽഡി യൂണിവേഴ്സിറ്റിയുടെ ഒരു ബീമിൻ എന്ന് പറയുന്ന ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്തു. കൃപയാൽ ഇന്നും അത് കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ ചർച്ച കൊണ്ട് ശുശ്രൂഷകനായിരിക്കുന്നു. ഞാൻ ഇടുക്കിയിലെ ഹയർ റേഞ്ചിൻ്റെ സോണൽ സെക്രട്ടറിയാണ്. സ്ഥാനമാനങ്ങൾ പറഞ്ഞ് ഞാൻ പുകിടാൻ വേണ്ടിയല്ല, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നു. പിന്നെ ഏലപ്പാറ സെൻറ്ററിൻ്റെ ട്രഷറായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. എനിക്ക് സ്വന്തമായ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, ഗെറ്റ്സമന പ്രയർ ടീം. അതിങ്ങനെ പരസ്യങ്ങളും ഓൾനൈറ്റ് പ്രയറുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നു. അതുപോലെ EPPF എന്ന് പറയും, എംപ്ലോയീസ് ആൻഡ് പ്രൊഫഷണൽ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ, അതായത് ജോലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ട് ചേർന്ന് അവരെ വിശ്വാസത്തിൽ നേടാൻ വേണ്ടി അങ്ങനെ ഒരു EPPF എന്ന് പറഞ്ഞ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്നു. കൂടാതെ നമ്മുടെ ഉടുമ്പൻചോല താലൂക്കിൽ ഇടുക്കിയിൽ തന്നെ ചേറ്റൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാർ, അനാഥരെയും വിധവമാരെയും വികലാംഗരെയും സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ നിലവിൽ ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. 10-18 വർഷത്തോളം ആ പ്രവർത്തനത്തോടെ. അപ്പോൾ എനിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം ഓർഫനേജ് ഇങ്ങനെ ചിൽഡ്രൻസ് ഹോമുകൾ എന്തെങ്കിലുമൊക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ സ്വന്തമായി നടത്തുന്ന ഇപ്പോഴത്തെ ആ നിയമം വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൃപയാൽ അവർ ആ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചു. ഞാൻ സർവീസിലായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ബോർഡ് മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ 1 വർഷം ഞാൻ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് വണ്ടംമേട് അച്ചകുഞ്ഞു മാഷ് എന്ന് പറഞ്ഞ CK വർഗീസ്, അദ്ദേഹം നിത്യറി വിശ്രമിക്കുകയാണ്. 2 വർഷമായി അദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഞാൻ 4 വർഷമായിട്ട് അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നു. നമുക്ക് ആ സ്ഥാപനത്തിൽ 19 അന്തേവാസികൾ ഇപ്പോഴും ഉണ്ട്. അവിടെ നമ്മൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വികലാംഗരായിട്ടുള്ള ആൾക്കാർ അവിടെ വരും. അങ്ങനെ അവിടെ വന്ന് അനേകർ വിശ്വാസത്തിൽ വരുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. A to Z കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. സർക്കാർ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെയും സാമൂഹ്യ നീതിക്ഷേമ വകുപ്പിൻ്റെ ഒക്കെ അംഗീകാരമുള്ള സ്ഥാപനമാണ്. നമുക്ക് ഒരാൾക്ക്, അത് വികലാംഗർക്ക് മാത്രം, അംഗപരിമിതർക്ക് മാത്രം ഒരു മാസം 1200 രൂപ നമുക്ക് പെൻഷൻ കിട്ടും. അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, ദൈവം നടത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ആ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നാണ് അതിന്റെ സ്ഥാപനത്തിന്റെ പേര്. ദൈവം അനുദിനം
ആ സ്ഥാപനത്തിലുള്ള പ്രിയപ്പെട്ടവരെയും അന്തേവാസികളെയും ഞങ്ങൾ ഏഴംഗ ഭരണസമിതി അംഗങ്ങളെല്ലാം ക്ഷേമമായി ഐശ്വര്യമായി കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ, കർത്താവിൻ്റെ മേലുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് അയക്കുന്ന സ്ഥാനത്ത് എനിക്കിപ്പം സഭാ ചാർജ് ഉണ്ട്. ഒരു പൈനർ വർക്കാണ് കോട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനമുണ്ട്. അങ്ങനെ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഇന്നുവരെയും അത് ഒത്തിരി കഷ്ടങ്ങളിലൂടെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോയെങ്കിലും ദൈവം ഇത്രത്തോളം എന്നെ നടത്തി. ഞാൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നപ്പോൾ ചില ദൈവനാമ മഹത്വത്തിനായി ചില സംഭവങ്ങൾ ഉണ്ടായത് ഞാൻ ഈ കൂടെ പറയുകയാണ്. ഞാൻ കായംകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ അവിടെ AC ആയിട്ടാണ് ജോലി ചെയ്തത്. അപ്പം കായംകുളം സർക്കാർ ആശുപത്രിയിൽ ഒരു പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞ ഒരു കുഞ്ഞിനെയും തള്ളയും കൂടെ കട്ടിൽ നിന്ന് അവിടുത്തെ ജനറൽ വാർഡിൽ നിന്ന് ഇറക്കിക്കെടുത്തിട്ട് വേറൊരു സഹോദരി താമരക്കുളത്ത് കണ്ടുള്ള ഒരു മുസ്ലിം സഹോദരിയായിരുന്നു. അവര് കയറി ഈ കട്ടിലേ ഇരിക്കുക, ആ കുഞ്ഞിനെയും തള്ളയും വലിച്ച് താഴെ ഇട്ടിട്ട്. അത് മാനസിക വിഭ്രാന്തിയുള്ള ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിളിച്ചു, ഇവിടെ ഒരു സഹോദരി കയറി രോഗിയെയും കുഞ്ഞിനെയും കൂടെ താഴെ ഇറക്കിയിട്ട് അവർ കയറി ഇരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് മാറുന്നു, ഞങ്ങളെ അസഭ്യം പറയുകയാണ്. ഞാൻ അവിടുന്ന് ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ ആണ്ട് ആലപ്പുഴക്കാരൻ ഒരു ഡേവിഡ് എന്ന് പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിളിനെ ബേബി എന്ന് പറഞ്ഞ പോലീസുകാരൻ ഞാൻ നിങ്ങൾ ചെന്ന് അവരെ ഇറക്കി മാറ്റുക, അവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്, അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഉടനെ ഞാൻ വിട്ട് ഒരു അരമണിക്കൂറായിട്ട് ഇവരെ കാണുന്നില്ല. അപ്പം ഹെഡ് കോൺസ്റ്റബിൾ ഡേവിഡ് തിരിച്ചു വന്നു, സാറേ ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിലും അസഭ്യമാണ് ആ സഹോദരി നമ്മളെ വിളിക്കുന്നത്, എന്ത് ചെയ്യാനാ, ഇഷ്ടം പോലെ ഹോസ്പിറ്റലിലൊക്കെ ആളും കൂടി നിൽക്കാന്ന് പറഞ്ഞു. ഞാന് പിന്നെ ആരാ പോകാനുള്ളത്, വേറെ ആരും പോകാനുമില്ല, ഞാൻ തന്നെ പ്രാർത്ഥിച്ചങ്ങ് പോയി. അപ്പം ഓഫീസേഴ്സ് ഉപയോഗിക്കുന്ന കെയിൻ അല്ല, ലാത്തിയല്ല, കെയിൻ ഉപയോഗിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വന്നു. ഞാൻ ചെന്ന കൂടെ ഈ കെയിൻ വെച്ച് ഇവർക്കിട്ട് തട്ടു കൊടുത്തു. പെട്ടെന്ന് ഇവർ മറിഞ്ഞങ്ങ് വീണ്. എൻ്റെ കൂടെ എബി എന്ന് പറഞ്ഞ പോലീസ് ഞാൻ പറഞ്ഞ് പിടിച്ച് വണ്ടി കയറ്റാൻ പറഞ്ഞു. ഞങ്ങള് വണ്ടി കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പം അന്ന് പാറാൻ വയ്ക്കുന്ന ഒരു വനിതാ പോലീസാണ് തോക്കുമായിട്ട് നിൽക്കുക. അവർ വലിയൊരു സൈസ് അല്ലായിരുന്നു. പെട്ടെന്ന് അവരും പ്രതീക്ഷിച്ചില്ലോ, കയറി എന്ന കൂടെ ആ വനിതാ പോലീസിനെ തട്ടി മറിച്ചിട്ടു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേന് പലരും ഇവരെ പിടിച്ച് ഹാൻഡ് കപ്പ് ഇട്ട് ഇങ്ങനെ പിടിച്ച് ഇവരെ അവിടെ ഹാൻഡ് കപ്പ് ഇട്ട് പൂട്ടി, കൈ വിലങ്ങ് വെച്ച് പൂട്ടിയിട്ടിരിക്കുക. ഇടയ്ക്ക് ഇവരിങ്ങനെ അസഭ്യം പറയുന്നുണ്ട്, ഭയങ്കരമായ കേൾക്കാൻ കൊള്ളാത്ത അസഭ്യം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അന്ന് ഹരമായിരുന്നൊരു പാട്ടായിരുന്നു, ലജ്ജാവതി എന്നും പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഭയങ്കര ബഹളമാണ് ശേഷി കടന്ന്. അപ്പൊ എന്നോട് ദൈവാത്മാ പറഞ്ഞ് അതിന് ഭൂതമാണെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും കൃപയാൽ ചെന്ന് പ്രാർത്ഥിച്ചു, അതങ്ങ് ശാന്തമായി. പിന്നെ അവരുടെ വീട്ടിലെ അഡ്രസ്സും ഒക്കെ തന്ന് ഫോൺ നമ്പരൊക്കെ എടുത്ത് അന്ന് അതിൻ്റെ മാതാവ് വന്നു, ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ പിടിച്ചു, അങ്ങനെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞ് നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുകയോ ജപം ചെയ്യുകയോ ഒക്കെ എന്തിനും ചെയ്തോ, വിടുതൽ കിട്ടിയില്ല എന്നെ വിളിച്ചാൽ മതി, വരാമെന്ന് പറഞ്ഞു. അന്ന് അവിടെ വെച്ച് തന്നെ ഒരു എഞ്ചിനീയർ, പുള്ളി കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴതിന് അവിടുന്ന് അന്നിരുന്ന SI ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് വന്നു. ഇദ്ദേഹവും ഭയങ്കര അസഭ്യം പറയുകയും ഇദ്ദേഹത്തിന് കണ്ടമാനെ ആൾക്കാർ ഉപദ്രവിക്കുന്നു, പോലീസ് ഉപദ്രവിക്കുന്നു, ഇദ്ദേഹം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേഷനിലാകപ്പാട് ഒരു പ്രശ്നമുഖരിതമായ സാഹചര്യം. അന്ന് ദൈവാത്മാ പറഞ്ഞത് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശാന്തമായി. പിന്നെ അന്ന് അദ്ദേഹം ശാന്തമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വൈഫിൻ്റെ, അവർ P&L ജോലിക്കാരിയായിരുന്നു, അവരുടെ നമ്പർ തന്നു. അവരെ വിളിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലെവലിൽ പ്രാർത്ഥിച്ച് ശാന്തമായില്ലേ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് അങ്ങനെ ഉണ്ടായി. അവിടെ വെച്ച് എന്നെ ഒത്തിരി ദൈവം എന്നെ മാനിച്ചു. പല പിടികിട്ട പ്രതികളെയൊക്കെയും എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ ഞാൻ വിളിച്ചിട്ടായിരുന്നു. പിന്നെ ചില വണ്ടികൾ, മോഷണം പോയ വണ്ടികളൊക്കെ പ്രാർത്ഥിച്ചു കൃപയാൽ അത് കണ്ടുകൊണ്ടിരാനിടയായി തീർന്നു. അങ്ങനെ 2 വർഷം അവിടെ ജോലി ചെയ്ത സമയത്തും ദൈവം മാനിക്കുവാനിടയായി തന്നു. ഈ തിരക്കുകൊണ്ട് പലപ്പോഴും എല്ലാ ഞായറാഴ്ചയും ആരാധിക്ക് പോകാൻ പറ്റിയില്ലേലും അങ്ങനെ ദൈവം ഇത്രത്തോളം നടത്തി. ഇപ്പം ഞാൻ റിട്ടയർഡ് ആയിട്ട് 12 വർഷം കഴിഞ്ഞു. ഇന്ന് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേല ചെയ്യുന്നു. അങ്ങനെ ഞാനും ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം വിശ്വാസത്തിൽ വരുവാനിടയായി തീർന്നു. ഇപ്പം ഇവിടെ എൻ്റെ കൂടെ ഇപ്പം താമസം ഞാനും ഭാര്യയും എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്, അമ്മാമ്മ.
അപ്പൊ അവരൊക്കെ ഞാൻ കൃപയാൽ കർത്താവ് എനിക്ക് തന്ന എൻ്റെ ശുശ്രൂഷയിൽ തന്നതാണ്. അവർ കത്തോലിക്കലായിരുന്നു. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ അവർ വിശ്വാസി വന്നു. അപ്പാപ്പൻ മരണപ്പെട്ടു പോയി. അമ്മാമ്മ എൻ്റെ കൂടെയാണ്. അവർക്ക് വേറെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അവർ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. കൃപയാൽ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവിന് വേല ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ കടന്നു പോകാനിടയായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ അരോമ ടി വിയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചില യാത്രകളുണ്ട്. അതിനുവേണ്ടി ഉപവസിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞുകൊണ്ട് 40 ദിവസം ഉപവാസമായിരുന്നു. അല്പം പ്രഷറും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു നേരം കഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഒരു ദീർഘമായ ഉപവാസമല്ല, ഒരു 2-3 ദിവസം 7 ദിവസത്തേക്കായിട്ട് ഉപവസിക്കുന്നത് ആഗ്രഹിക്കുന്നു. കർത്താവ് വരുവോളം, അതല്ല എൻ്റെ മരണം വരെ കൃപയാൽ കർത്താവിന് വേല ചെയ്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസം എന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ വചനം പറഞ്ഞ ആവലോടെ പ്രാർത്ഥിച്ചാൽ പല ദിവസങ്ങളിലും കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു. ഫലമായി അതെ ലോകവൈദ്യന്മാർക്കും ഈ ലോകത്തിന്റെ ദൈവങ്ങൾക്കും വിടിവിക്കുവാൻ സാധിക്കാതിരുന്ന എൻ്റെ ഭാര്യയെ അത് കർത്താവ് വിടിവിച്ചു. കാൽവരിയുടെ സ്നേഹം ഞങ്ങളെ തേടി വന്ന് വിടിവിച്ചു. ഏലപ്പാറ സെന്ററിലെ ഏറുംപടം എന്ന് പറയുന്ന സ്ഥലത്താണ് ചച്ചുകൊണ്ട് ആ സഭയിലെ എന്നെ അംഗത്വം മാതൃസഭ അതാണ്. അങ്ങനെ ആ സഭയിൽ ഉൾപ്പെട്ട് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവ് അയക്കുന്ന സ്ഥലത്തൊക്കെ പോയി കർത്താവിനെ സാക്ഷീകരിക്കുകയും ശുശ്രൂഷ ചെയ്യാൻ ഇടയായി തന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതേ മുഖാന്തരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനോടും ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും അരോമറ്റിയുടെ എല്ലാ പ്രവർത്തകരോടും എനിക്കുള്ള നന്ദിയെ സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തുതിക്കുന്നു. കാലുല്ല സ്നേഹമടിയങ്ങളെ തേടി വന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവഗർഭയിലാക്കിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവര്, വിശ്വാസത്തിൽ കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര്, കർത്താവേ, ഈ സാക്ഷ്യം കേട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗമിടയാക്കണമേ. തിരുവെഴുത്ത് പറയുന്ന പോലെ അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അതേ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയില് വിശ്വാസപ്രകാരം വചനപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് അതേ ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ വണ്ണം എന്റെ സാക്ഷ്യം കേൾക്കുന്ന അനേകരെ കർത്താവ് അതിനുവേണ്ടി ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ വലിയൊരു ദാസൻ കർത്താവെ അരോമ ടിവിയുടെ ആ ശുശ്രൂഷയിൽ അവിടുത്തെ വലിയൊരു ദാസൻ ഡാനിയൽ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ കുടുംബമായി അതിന്റെ പ്രവർത്തകരെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ സ്തോത്രം. ഹാലിയ അടിയന്റെ സാക്ഷി മുഖാന്തരമായി അനേകർ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗമിടയാക്കണമേ. ദൈവമേ കർത്താവെ, കർത്താവ് പറഞ്ഞു, അത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടിയല്ല, ശാശ്വതമല്ല. കർത്താവിന്റെ ആ സമാധാനം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകുവാൻ, എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ. തിരുവെടുത്ത് പറയുന്ന പോലെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് പൊന്നെ വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് അവിടുത്തെ വചനമായിരിക്കാം. അവിടുത്തെ വിലയേറിയ രക്തം കൊണ്ട്, അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തത്താൽ അനേകരെ അവിടുന്ന് വിടുവിക്കുമാറാകണമേ. അത് നാളില്ലല്ലോ കർത്താവ്, ഈ തലമുറയിൽ കർത്താവിന്റെ വരവ് ഉണ്ടല്ലോ. അതിനു മുമ്പ് തന്നെ കർത്താവെ അനേകരെ നേടുവാൻ കർത്താവെ അവിടുത്തെ അഭിഷിക്തന്മാരെ, ദൈവമക്കളെയും എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അരോമറ്റിയുടെ പ്രവർത്തനങ്ങളെ, ദൈവദാസനെ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടെ ഓർക്കുന്നു കർത്താവ്. തിരുസനെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തില് ഏറ്റവും വിനയമോട് അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം.
സ്വർഗീയ നല്ല പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ഇന്ന് മനോരമ ടിവിയോടും അതിന്റെ പ്രവർത്തനങ്ങളോടും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വിജയ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തില് ഒരു അൾത്താര ബാലനായിട്ട് ജീവിതം ആരംഭിച്ച ബാല്യകാലത്തിലെ ഓർമ്മകള് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയുണ്ടായി. മാതാപിതാക്കന്മാർക്ക് വളരെ പ്രിയ മകനായിട്ട് ബാല്യകാലത്തില് വളർന്നു വന്നു. ജീവിതത്തില് വളരെ പ്രതീക്ഷകളോടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്പ് വെച്ചു. അതെല്ലാം വിജയകരമായി തീർന്നു. എന്നാൽ ഏറ്റവും വിജയകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിൽ നേരിട്ട തിക്ത അനുഭവങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വന്നപ്പോൾ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ജീവിതം അവസാനിപ്പിക്കുവാൻ ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം, ഒരു പക്ഷെങ്കിൽ അനേക പ്രാവശ്യം മനസ്സിൽ ആ ചിന്തകൾ കടന്നുകൂടി. ജീവിതത്തെ സമൂലം നശിപ്പിച്ച് കളയുവാൻ, ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിക്കളയുവാൻ, അത് സമൂഹത്തിന് അതുപോലെ ഉൾപ്പെട്ട് നിൽക്കുന്നതായ ഔദ്യോഗിക മേഖലയ്ക്ക് ഒക്കെ കളങ്കം വരുത്തത്തക്ക രീതിയിൽ വലിയ വേദന ഉളവാക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷേ അതൊക്കെ മാനുഷികമായ ബുദ്ധി കൊണ്ടും ജീവിതത്തിൽ നേരിട്ട സമ്മർദ്ദം കൊണ്ടും മുന്നോട്ട് ജീവിക്കുവാനുള്ള ആ ഒരു തടസ്സം കൊണ്ട്, വിരക്തി കൊണ്ട്, ജീവിതത്തിന്റെ വന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് എടുത്ത തെറ്റായ തീരുമാനങ്ങളായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ തീരുമാനങ്ങളൊക്കെ മാനുഷികമായ തീരുമാനങ്ങളും പൈശാചികമായ തീരുമാനങ്ങളും ആയതുകൊണ്ട് ദൈവം അതിനെ അനുവദിച്ചു കൊടുത്തില്ല. ദൈവം വിട്ടുകൊടുത്തില്ല. പിശാച് പുറകേ നടന്ന് വല്ല വിധേനയും വലിച്ച് തന്നോടൊപ്പം ചേർക്കുവാൻ ആവത് ശ്രമിച്ചു. അത് ഭാര്യയെ ആണ് പിശാച് ആദ്യം കയ്യിലെടുത്തത്. പിന്നെ ജീവിതത്തിൽ നേരിട്ട പല സാഹചര്യങ്ങൾ, ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ഒക്കെ അതിന്റെ പിന്നിൽ കാരണമായിരുന്നു. എന്നാൽ കർത്താവ് ആരെയും വിട്ടുകൊടുത്തില്ല. ഒരാളിനെ പോലും വിട്ടുകൊടുത്തില്ല. ഒരാളിലൂടെയാണ് പ്രശ്നം ഉടലെടുത്തതെങ്കിൽ മറ്റൊരാളിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ആ കുടുംബത്തെ സമൂലമായിട്ട് കർത്താവിന്റെ പക്ഷത്ത് ചേർത്ത് നിർത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏകനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് താന് അവസാന തുള്ളി രക്തം വരെയും ചിന്തി താൻ ഒറ്റയ്ക്ക് ആ പ്രാണൻ വെടിഞ്ഞ് മാനവ ലോകത്തിന്റെ സമൂലമായ പാപത്തെ കഴുകി അവരുടെ നാശത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിത്യജീവങ്കലേക്കുള്ളതായ ആ ഒരു വഴി വെട്ടിത്തുറന്ന് തന്നു എങ്കിൽ അത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു ദേശത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, സകല ജനത്തിന് വേണ്ടി, സകല ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതെങ്കിൽ പ്രിയ കർത്താവിന്റെ ദാസൻ തോമസ് പാസ്റ്ററെ ഇന്ന് ഈ നിലയിൽ ഒരു സാക്ഷ്യം പറയുവാൻ വേണ്ടി ദൈവത്തിന് ഒരുക്കിയെടുക്കേണ്ടത് ദൈവത്തിന്റെ മുന്നമേയുള്ള പദ്ധതിയായിരുന്നു. കർത്താവിന്റെ ദാസിയെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഒരു വലിയൊരു സമൂഹത്തെയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന്റെ പിന്നില് ദൈവം അണിനിരുത്തിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയി, ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, ഒത്തിരി സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയെങ്ങും ദൈവദാസൻ ഒറ്റയ്ക്കായിരുന്നില്ല. പകരം എമ്മോസിലേക്ക് ശിഷ്യന്മാർ കടന്നുപോയപ്പോൾ
അവരോട് ചേർന്ന് അവരോട് സംസാരിച്ച് പോയ കർത്താവായ യേശു കർത്താവ് പ്രിയ തോമസ് പാസ്റ്ററുടെ ജീവിതത്തിലും ആമേൻ കൂടെ നടന്നു, കൂടെയിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഫ്യൂറിഡാൻ കലക്കി മദ്യത്തിൽ ചേർത്ത് വീട്ടില് മദ്യപിക്കുവാൻ വേണ്ടിയിട്ട് ആ മേശമേൽ വെച്ച് അവിടെ ഇരിക്കുമ്പോൾ ആ വീട് ചവിട്ടി പൊളിക്കുന്ന രീതിയിൽ ആ വാതിൽ വന്ന് ചവിട്ടിയത് ആരാ? സ്തോത്രം. അതൊരു പൈശാചിക ശക്തിയായിരുന്നില്ല, അതൊരു മാനുഷിക ശക്തിയായിരുന്നില്ല. അത് ദൈവത്തിന്റെ ദൂതനെ ദൈവം അവിടെ അയച്ചതാണ്, നമ്മളെ തട്ടി ഉണർത്തുവാൻ, സുബോധം വരുത്തുവാൻ. കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അകത്ത് നിറഞ്ഞു നിൽക്കുന്ന, വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പൈശാചിക ശക്തികളാണ്. വീടിനകത്ത് നിൽക്കുന്ന, ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന പൈശാചിക ശക്തികളാണ് ഈ മരണക്കെണിയിലേക്ക് നമ്മളെ തള്ളിവിടുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് കണ്ടു നിൽക്കുകയായിരുന്നില്ല, പകരം ചവിട്ടി തുറന്ന് ആ വീട്ടിനകത്ത് കയറി വന്നു. കതവ് തുറന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല, പക്ഷെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ അകത്ത് കയറി വന്ന് ആ മേശമേലിരുന്ന വിഷ ഗ്ലാസും മദ്യവും തട്ടിക്കളഞ്ഞു. അത് ദൈവത്തിന്റെ ദൂതനാ കളഞ്ഞ്. കാലുകൊണ്ട് തട്ടിപ്പോയതല്ല, കൈകൊണ്ട് അബദ്ധത്തിൽ തട്ടിയതല്ല, അത് മേശ മറിഞ്ഞു പോയതല്ല. ദൈവത്തിന്റെ ദൂതൻ ചവിട്ടി കയറി മുറിക്കകത്ത് വന്ന് ആ മേശയിലിരുന്ന വിഷവസ്തുക്കളെ തട്ടിക്കളഞ്ഞു. സ്തോത്രം. നമ്മുടെ ബുദ്ധിയിലായിരുന്നെങ്കിൽ നമുക്കത് കുടിക്കാമായിരുന്നു, നമ്മുടെ കഴിവനുസരിച്ചായിരുന്നു നമുക്കത് കുടിക്കാമായിരുന്നു. അതുപോലെ ഡാമിന്റെ തീരത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് ട്രിഗറിൽ കാഞ്ചി വലിച്ച് അവിടെ വെച്ചു അതുപോലെ തന്നെ സംഭവിക്കാമായിരുന്നു. അവിടെയും ദൂതൻ വന്ന് തട്ടിമാറ്റി. അവിടെ നിന്ന് വരികയല്ലായിരുന്നു, ഒരു ശബ്ദം കേൾക്കുകയല്ലായിരുന്നു, ദൂതൻ വന്ന് തട്ടിമാറ്റി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവത്തിന്റെ ദൂതൻ വന്ന് തട്ടിമാറ്റി. നമ്മൾ കണ്ടില്ല, സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ ദൂതനെ ദൈവം അവിടെ ഇറക്കി വന്ന് തട്ടി മാറ്റി. കാരണം ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്, ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ഒരുവന് ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ വിട്ടുകൊടുക്കുകയില്ല, പിശാചിന്റെ പ്രവർത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയില്ല. ദൈവം എത്ര നല്ലവനാണ്. പ്രിയ കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോൾ ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം. പിന്നത്തേതില് ജീവിത പങ്കാളിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവസരം ലഭിച്ചു. കുഞ്ഞുങ്ങള് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. എല്ലാവരും ഇന്ന് കുടുംബമായി ഈ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഔദ്യോഗിക ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അവിടെയും പല പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അവരെയൊക്കെ അവരുടെ പ്രശ്നത്തിൽ നിന്ന് സുവിശേഷം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെയൊക്കെ നല്ല നിലയിൽ ആമേനെ കൊണ്ടുവരുവാൻ ഒക്കെ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് ശക്തമായ ശുശ്രൂഷകൾക്ക്, നിരവധി ശുശ്രൂഷകളുടെ കണക്ക് അവിടെ പറഞ്ഞു. അതിനൊക്കെ മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുവാൻ പ്രിയ തോമസ് പാസ്റ്ററെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, അവസാന ശ്വാസം വരെയും കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ തീയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വഴി നടത്തുവാൻ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വിലയേറിയ സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്താവിന്റെ ദാസനോട് നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങളെ സ്പർശിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഇതുപോലെയുള്ള സാക്ഷ്യമാണ് ആവശ്യം. ഇതുപോലെയുള്ള പ്രിയപ്പെട്ടവരുടെ വിടുതലിന്റെ അനുഭവങ്ങളാണ് ആവശ്യം. നിങ്ങൾക്കറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരുടെ മുറിക്കകത്ത് ഒരുപക്ഷെങ്കിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ആത്മഹത്യക്ക് വേണ്ടി അവരൊരുപക്ഷെങ്കിൽ ഒരു തുണ്ട് കയറോ ഒരു കുപ്പി വിഷമോ വാങ്ങിച്ചു വെച്ചിരിക്കുമ്പോൾ ഈ സാക്ഷ്യം അവരുടെ കയ്യിൽ ചെല്ലട്ടെ. ഈ ദൈവദാസനെ വിടുവിച്ച ദൈവത്തിന്റെ ദൂതൻ അവരുടെ മുറിക്കകത്ത് ചെല്ലട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഈ സാക്ഷ്യം നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ വലിയ ഭാരം മാറിപ്പോകട്ടെ. അവരുടെ ആത്മഹത്യ ചിന്താഗതി മാറിപ്പോകട്ടെ. അവരുടെ നിരാശ മാറിപ്പോകട്ടെ
ഒരുപാട് പ്രിയപ്പെട്ടവര് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും പാപവഴികൾക്കൊക്കെ അടിമയായി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള നിരവധി സാക്ഷ്യം അവരെയൊക്കെ അതിൽ നിന്ന് മടക്കി വരുത്തിയ സംഭവങ്ങൾ എനിക്കറിയാം. ആകയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.